بسم الله الرحمن الرحيم قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ഇൽമിൻ്റെ സദസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസും നമ്മുടെ എല്ലാ മജ്ലിസുകളും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഏറ്റവും വലിയ വഅദ് കഫാ ബിൽ മൗതി മൗഇള, മനുഷ്യൻ മരിക്കും എന്നതാണ്, മരണമാണ് ഏറ്റവും വലിയ വഅദ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇൽനി വ ഔജിസ്, ഓ നബിയെ എനിക്കൊരു വഅദ് പറഞ്ഞു തരണം, വ ഔജിസ് അത് വളരെ സംക്ഷിപ്തമായി പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി തന്നെ പറഞ്ഞത് ഇദാ ഖുംത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത്ത മുവദ്ദിഅ, നീ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ നീ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം. അഥവാ ഇശാ നിസ്കരിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകണം, ഒരു പക്ഷേ ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്, സുബ്ഹി നിസ്കരിക്കാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് യാതൊരു തകരാറും ഇല്ലാതെ കിടന്നുറങ്ങി നേരം വെളുത്തു നോക്കുമ്പോൾ മരിച്ചു കിടക്കുകയാണ്. ഇന്ന് തന്നെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് വേറൊരു മരണ വീട്ടിൽ കയറിയിട്ടുണ്ട്. അത് ഒരു സ്ത്രീ മരണപ്പെട്ടതാണ്. ആ സ്ത്രീയും രാത്രി കിടന്നുറങ്ങുമ്പോൾ കുഴപ്പമൊന്നുമില്ല, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മരിച്ചുപോയിരിക്കുന്നു. ഇന്ന് അവിടെ ദുആയുടെ സദസ്സായതുകൊണ്ട് ഞാൻ കയറിയതാണ്. 2 ദിവസം മുമ്പാണ് മരണപ്പെട്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നാം എല്ലാവരും മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എപ്പോഴാണ് മരണം നിശ്ചയിച്ചത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്കൊരു വഅദ് പറഞ്ഞു തരണം, അത് ചുരുക്കി പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി തന്നെ പറഞ്ഞ വാക്ക് ഇദാ ഖുംത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത്ത മുവദ്ദിഅ, നിസ്കാരത്തിൽ നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നീ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം. ഒരു നിസ്കരിക്കുന്ന മനുഷ്യനും അടുത്ത നിസ്കാരം വരെ എനിക്ക് ആയുസ്സുണ്ടെന്ന് ചിന്തിക്കാൻ അവകാശം ഇല്ല.
അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാം അവന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നീണ്ട ഒരു പ്രസംഗം നടത്താൻ ഇപ്പോൾ കഴിവില്ല, പലതുകൊണ്ടും കഴിയില്ല. ഇത് കഴിഞ്ഞ് വേറെ വളരെ ദൂരെ ഏകദേശം 1 മണിക്കൂറിലധികം ഓടിയിട്ട് മറ്റൊരു സ്ഥലത്ത് കൂടി എത്തണം. ഞാൻ മഗ്രിബിന് ഇവിടെ എത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മരണവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നിന്ന് വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. നീണ്ട പ്രസംഗങ്ങൾ കേൾക്കേണ്ടവർക്ക് എല്ലാ വിഷയത്തിലും CD ഉണ്ട്. വയലിൻ്റെ CD ധാരാളം ഉണ്ട്. ചിലർക്ക് ഗണ്ണന പ്രസംഗം കേൾക്കണം. പിന്നെ ഇവിടെ അതിൻ്റെ ആവശ്യം ഇല്ല. അതിനേക്കാൾ കൂടുതൽ CD ഉണ്ട്. ആവശ്യമുള്ളതൊക്കെ കൊണ്ടുപോയി കേൾക്കാം. ഞാൻ ചുരുങ്ങിയ സമയം മാത്രം സംസാരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും. സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിൽ വന്നവരാണ് മലപ്പുറം ജില്ലയിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ ഏകദേശം. ചില ആളുകൾക്ക് ചില മുടക്കമുള്ളതുകൊണ്ട് വരാൻ കഴിയാത്തവരുണ്ടാകാം. അല്ലാഹു അവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. നല്ല നിയ്യത്തുള്ളവർക്ക് പ്രതിഫലം ലഭിക്കും. ജുമാക്ക് പോലും ഉദുറുള്ളവൻ പോകണ്ടെന്നാണല്ലോ. അതുപോലെ ഉദുറുള്ളത് കൊണ്ട് വരാത്തവരുണ്ടാകും. വന്നവരെ വേണ്ടതുപോലെ ആദരിക്കാനും ബഹുമാനിക്കാനൊന്നും എനിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അതെല്ലാവരും പൊരുത്തപ്പെടണം. സിറാജുൽ ഹുദയുടെ കലണ്ടർ എല്ലാവരും ഓരോന്ന് വാങ്ങണം, മുമ്പ് വാങ്ങിയിട്ടില്ലാത്തവർ. ഞാൻ വയലിൻ്റെ ഇടയ്ക്ക് പിന്നെ അതിലേക്ക് കടക്കണ്ടെന്ന് വിചാരിച്ചപ്പോൾ തന്നെ അങ്ങനെ പറഞ്ഞതാണ്. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കുക, ഏത് സമയത്തും മനുഷ്യന് മരണമാകാം. ഈ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹത്തോടെ മരിക്കാൻ കഴിയണം. ഇദാ അഹബ്ബ അബ്ദുൻ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹ്. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും കണ്ടുമുട്ടണം എന്ന് അവനും താൽപര്യപ്പെടുകയാണ്. അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുശ്ശിറ ബിറിദ്വാനില്ലാഹി വകറാമതിഹി. അള്ളാഹുവിന്റെ സംതൃപ്തി കൊണ്ടും അള്ളാഹു നൽകുന്ന കറാമത്ത് കൊണ്ടും അവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തിന് ശേഷം വലിയ കറാമത്ത് കൊടുക്കാൻ പോവുകയാണ്. കറാമത്ത് എന്ന വാക്കിന്റെ അർത്ഥം ആദരവ് എന്നാണ്, ബഹുമാനം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന് അവന്റെ സംതൃപ്തിയും അവന്റെ കറാമത്തും നൽകുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ സന്തോഷം ലഭിച്ചുകൊണ്ട് മരിക്കുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് അല്ലാഹു നമുക്ക് തന്ന ആയുസ് കാലം, അല്ലാഹു നമുക്ക് തന്ന യുവത്വം, അല്ലാഹു നമുക്ക് തന്ന ആത്മാവ്, അല്ലാഹു നമുക്ക് തന്ന ശരീരം, അല്ലാഹു നമുക്ക് തന്ന സമയം, അല്ലാഹു നമുക്ക് തന്ന സമ്പത്ത്, അല്ലാഹു നമുക്ക് തന്ന നിഅമത്ത് എല്ലാം അല്ലാഹുവിന്റെ വഴിയിൽ സമർപ്പിക്കാൻ നാം സന്നദ്ധരാകണം. അങ്ങനെ അല്ലാഹുവിന്റെ വഴിയിൽ എന്തും സമർപ്പിക്കാൻ സന്നദ്ധനാകുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാണ്. വാസ്തവത്തിൽ ഈ സംസാരിക്കാനുള്ള നാവ് നൽകിയവൻ ആരാണ്? നാവുള്ളത് കൊണ്ട് മാത്രം സംസാരിക്കാൻ കഴിയുമോ? നാവുണ്ടായിട്ടും സംസാരിക്കാൻ കഴിയാത്ത എത്രയെത്ര ആളുകൾ ഉണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഒരു കഴിവാണ് സംസാരത്തിനുള്ള കഴിവ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ശബ്ദവും നമ്മുടെ അക്ഷരങ്ങളും നമ്മുടെ എല്ലാം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹു ജല്ല ജലാലുഹു തന്ന നാവുകൊണ്ട് സംസാരിക്കുന്ന സംസാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സംസാരമാണ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന സംസാരം. ഇൽമിന്റെ സദസ്സ് നാം സംഘടിപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. ആരെങ്കിലും കുറ്റം പറയാൻ വേണ്ടിയോ, ആരെങ്കിലും തെറി പറയാൻ വേണ്ടിയോ, ആരെങ്കിലും ആക്ഷേപിക്കാനോ നിന്ദിക്കാനോ പരിഹസിക്കാനോ അല്ല. നമ്മുടെ സദസ്സുകൾ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനുള്ള സദസ്സുകളാണ്. അദ്ദഅവതു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക. ആരെ ക്ഷണിക്കുന്നു? സംസാരിക്കുന്നവനെ ആദ്യമായി ക്ഷണിക്കുന്നു.
രണ്ടാമതായി സംസാരം കേൾക്കുന്നവനെ ക്ഷണിക്കുന്നു. അങ്ങനെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനുള്ള വേദികളാണ് ഇൽമിന്റെ സദസ്സുകൾ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാണ്? നമ്മുടെ ഈ പള്ളിയിൽ വെച്ച് 5 നേരവും വിളിച്ചു പറയുന്നു അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണ്. ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും മുസ്ലിം ഉമ്മത്തിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് കേൾപ്പിക്കുന്ന ഒരു വാചകമാണത്. അള്ളാഹു വലിയവനാണ്. അള്ളാഹു അല്ലാതെ വലിയവൻ ഇല്ല. അള്ളാഹു മാത്രമേ വലിയവൻ ഉള്ളൂ. അതാവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ്. അത് വെറും പള്ളിയിൽ വെച്ച് മാത്രം പറയപ്പെടുകയല്ല. ഒരു മുസ്ലിം കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ആദ്യമായി നാം മധുരം തൊട്ടുകൊടുക്കുക എന്നൊരു ഏർപ്പാടുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് കുഞ്ഞ് പ്രസവിക്കപ്പെട്ടപ്പോൾ അബ്ദുല്ലാഹിബ്നു അബീ തൽഹ എന്ന ഈ ചെറിയ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുക്കൽ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധുരം തൊട്ടുകൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് മധുരം തൊട്ടുകൊടുത്തത്? ഈത്തപ്പഴം എടുത്ത് തൊള്ളയിലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമിനീര് ചേർത്തുകൊണ്ട് അതൊന്ന് അല്പം ഒതുക്കിയതിന് ശേഷം അവിടുത്തെ ഉമിനീര് ചേർന്ന ആ ഈത്തപ്പഴത്തിന്റെ നീര് അത് തൊള്ളയിൽ മെല്ലെ തൊട്ടുകൊടുത്തു. ഇതിന് മധുരം തൊട്ടുകൊടുക്കുക എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊള്ളയിലെ ഉമിനീര് അത് ഈത്തപ്പഴത്തിന്റെ നീരിനേക്കാൾ എത്രയോ ബഹുമാനമുള്ളതാണ്. അത് ലോകത്തുള്ള എല്ലാ രോഗത്തിനും ശമനമാണ്. അത് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമുള്ളതാണ്. ആ ഉമിനീര് ധാരാളമായി ദിക്റും സലാത്തും ഖുർആനും അതുപോലെ നന്മയുടെ ഉപദേശങ്ങളും നൽകിയ തൊള്ളയിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ഉമിനീരാണ്. ആ ഉമിനീരിന് ബർക്കത്തുണ്ട്. അതിനേക്കാൾ ബർക്കത്തുള്ള വേറൊരു ഉമിനീര് ലോകത്ത് അള്ളാഹു പടച്ചിട്ടില്ല. എന്നാൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി ഇന്നും ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ സാലിഹായ മനുഷ്യന്റെ തൊള്ളയിൽ ഈത്തപ്പഴം വെച്ച് അത് ഒതുക്കിയതിന് ശേഷം ആ നീര് തൊട്ടുകൊടുക്കുന്നത് പുണ്യമാണ് എന്ന് രേഖപ്പെടുത്തി. കാരണം സാലിഹായ മനുഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തൊള്ളയിലൂടെ ദിക്റും ഔറാദും സലാത്തും ഖുർആനും ഇൽമുമാണ് എപ്പോഴും പുറത്തു വരിക. അങ്ങനെ നല്ലതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊള്ളയിൽ നിന്ന് പുറത്തു വരുന്ന ഉമിനീരിന് ബർക്കത്തുണ്ട്. സാലിഹല്ലാത്ത മനുഷ്യനാകുമ്പോൾ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും തെറിയും അതുപോലെ പരിഹാസവും നമീമത്തും അങ്ങനെ തുടങ്ങിയുള്ള ദുഷ്ചെയ്തികളായിരിക്കും അവന്റെ തൊള്ളയിലൂടെ വരുന്നത്. ആ തൊള്ളയിൽ ഇട്ടുകൊണ്ട് കൊടുക്കുന്ന ആ ഈത്തപ്പഴത്തിന്റെ നീരിന് അതിന് ബർക്കത്ത് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് സജ്ജനങ്ങളുടെ തൊള്ളയിൽ എന്ന് പ്രത്യേകം പണ്ഡിതന്മാര് പറയാൻ കാരണം. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മധുരം തൊട്ടുകൊടുത്തതായി ഹദീസിൽ ഉണ്ട്. ഈ മധുരം തൊട്ടുകൊടുക്കുന്നതിന്റെയും മുമ്പ് നാം ചെയ്യേണ്ടത് എന്താണ്? ഒരു കുട്ടിക്ക് വലത്ത് ചവിട്ടിലും ഇടത് ചവിട്ടിലും ബാങ്കും ഇഖാമത്തും കേൾപ്പിക്കണം. വലത്തേ ചവിട്ടിൽ ബാങ്കും ഇടത്തേ ചവിട്ടിൽ ഇഖാമത്തും കേൾപ്പിക്കണം. ആ കേൾപ്പിക്കുന്ന ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നത് പുരുഷനാകണം എന്നില്ല, സ്ത്രീകളായാലും മതി. പള്ളിയിലെ ബാങ്ക് വിളിക്കൽ സ്ത്രീകൾക്ക് പാടില്ല. അവർ ഉറക്കെ ബാങ്ക് കൊടുത്താൽ ഹറാമാണെന്ന് വരെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. കാരണം സ്ത്രീകൾ അവരുടെ ശബ്ദം മറ്റുള്ളവർ കേൾക്കുന്ന വിധത്തിൽ ഉയർത്തേണ്ടവരല്ല. അത് പ്രകൃതി നിയമമാണ്, ഇസ്ലാമിന്റെ നിയമം മാത്രമല്ല. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കോഴികളുടെ കൂട്ടത്തിൽ 2 വിധമുണ്ട്. അത് പൂവൻ കോഴിയും ഒന്ന് പെടക്കോഴിയുമുണ്ട്. പൂവൻ കോഴി ഉറക്കെ കൂകുന്നതായി നമ്മളെല്ലാം കേൾക്കാറുണ്ട്. പെടക്കോഴി ഉറക്കെ കൂകുന്നതായി ഞാനിതുവരെ കേട്ടിട്ടില്ല. എന്റെ ഉമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പെടക്കോഴി കൂകിയാൽ ഉടനെ പിടിച്ച് അറുത്ത് കളയണം. അതെന്താണ് കാരണം? അത് ജീവിക്കാൻ കൊള്ളാത്ത കോഴിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇതുപോലെ സ്ത്രീകൾ, അത് കോഴിക്ക് വാസ്തവത്തിൽ കോഴി തിന്നുന്നത് ചിലപ്പോൾ നജസാണെങ്കിലും കുറച്ചെങ്കിലും ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് പൂവൻ കോഴി കൂകുന്നു, പെടക്കോഴി കൂകുന്നില്ല. പ്രകൃതിയുടെ ഒരു നിയമമാണത്. അത് ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. അതേസമയത്ത് പെടക്കോഴികളും ദിക്ർ ചൊല്ലുന്നത് നമുക്ക് കാണാം. അത് ഏറ്റവും കൂടുതൽ പെടക്കോഴികൾ ദിക്ർ ചൊല്ലാറുള്ളത് കോഴിമുട്ട അല്ലെങ്കിൽ കോഴിമുട. അത് ഇടാൻ വേണ്ടി അടുത്തായ സമയത്താണ് കൂടുതലായി പെടക്കോഴികൾ ദിക്ർ ചൊല്ലുക. അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? അത് പഠിപ്പിക്കുന്നത് ഗർഭിണികളായ സ്ത്രീകൾ കൂടുതൽ ദിക്ർ ചൊല്ലണമെന്നാണ്. കാരണം ഈ ഗർഭിണികളായ സ്ത്രീകൾ അവർ ദിക്റുകളും ഔറാദുകളും സലാത്തും പരിശുദ്ധ ഖുർആനും ധാരാളമായി കൊണ്ടുവരുമ്പോൾ അവർ ചുമന്ന കുട്ടി ബറക്കത്തുള്ള കുട്ടിയായി വളരാൻ അത് സാധ്യതയുണ്ട്. അത് കോഴിയിൽ നിന്ന് നാം കണ്ടുപിടിക്കേണ്ടതാണ്. ഉമ്മമാരെ ഞാൻ പ്രത്യേകമായി ഉണർത്തുകയാണ്. കോഴിക്കുട്ടികളുടെ നിലനിൽപ്പ് കോഴിമുട്ടയിലൂടെയാണ്.
ആ കോഴികളുടെ നിലനിൽപ്പ് ഖിയാമത്ത് നാൾ വരെ ഇവിടെ കോഴികൾ ഉണ്ടാകുന്നത് കോഴിമുട്ടയിലൂടെയാണ്. ആ കോഴിമുട്ട പുറത്തേക്ക് വരാൻ അടുത്താകുന്ന സമയമെത്തുമ്പോൾ കോഴികൾ, പിടക്കോഴികൾ ധാരാളം ദിക്റ് ചൊല്ലുകയാണ്. ഞാൻ എന്റെ സദസ്സിൽ വന്ന ഉമ്മമാരോട് പറയുന്നു, ഗർഭിണികളായ സ്ത്രീകൾ ധാരാളമായി ദിക്റ് ചൊല്ലണം. അത് കുട്ടികളുടെ ആത്മീയ പുരോഗതിക്ക് വളരെയേറെ അനിവാര്യമാണ്. പ്രത്യേകിച്ചും ഫത്ഹുൽ മുഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, ഗർഭിണികളായ സ്ത്രീകൾക്ക് പ്രത്യേകം പുണ്യമുള്ള ഒരു ദിക്റാണ് ദുആഉൽ കർബ് എന്ന് പറയുന്ന ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇതാണ് ദുആഉൽ കർബ്. അത് സഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസമുണ്ടാകുന്ന സമയത്ത് നീങ്ങാൻ വേണ്ടി ചൊല്ലിയ ദുആയായി പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് പ്രയാസമുള്ള സമയത്തും ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് ഫലം കിട്ടാൻ സാധ്യതയുള്ള വലിയ ഒരു ദിക്റാണ് ദുആഉൽ കർബ്. അത് സ്ത്രീകൾ, പ്രത്യേകം ഗർഭിണികളായ സ്ത്രീകൾ പതിവാക്കുന്നത് നല്ലതാണ്. എനിക്ക് പലപ്പോഴും അനുഭവത്തിൽ അറിയാം, പല ആളുകളും വന്ന് പറയും, ഉസ്താദെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോ കുട്ടിക്ക് വളരെ തകരാറുണ്ടെന്ന് പറയും. ചില ഡോക്ടർമാര് 2-3 മാസം കഴിയുമ്പോൾ തന്നെ ഈ കുട്ടി പ്രസവിച്ചാൽ വികലാംഗനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും, എടുത്തു കളയുന്നതാണ് നല്ലതെന്ന് ഫത്വ കൊടുക്കുന്ന ചില ഡോക്ടർമാരുണ്ട്. അത്തരത്തിലുള്ള ചില ഡോക്ടർമാര് പറയുന്ന ദുഷിച്ച ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ അവർക്ക് വാസ്തവത്തിൽ അവരോട് ഇങ്ങനെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ തന്നെ ആരും പറഞ്ഞില്ല. ഇരിക്കട്ടെ, എന്നാലും സ്കാൻ ചെയ്ത് നോക്കിയോട് സ്കാൻ ചെയ്യൽ ഹറാമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പറഞ്ഞു വന്നത്, അങ്ങനെ തജസ്സുസ് ചെയ്ത് നോക്കിയിട്ട് എന്തോ ഒരു അപകടമുണ്ടെന്ന് കണ്ടപ്പോൾ കുട്ടിയെ എടുത്തു കളയണം എന്ന് പറയുന്ന ഡോക്ടർമാരും അങ്ങനെ പറഞ്ഞ പല കുട്ടികളുടെയും കാര്യത്തിൽ വന്ന് പലരും പറഞ്ഞപ്പോൾ ദുആഉൽ കർബ് ചൊല്ലാൻ വേണ്ടി പലരെയും ഉപദേശിച്ചത് എനിക്ക് ഓർമ്മയിലുണ്ട്. ആ ദുആഉൽ കർബ് ചൊല്ലി കുട്ടി പ്രസവിച്ചതിന് ശേഷം യാതൊരു കുഴപ്പവും ഇല്ല എന്ന് വന്നു പറഞ്ഞ എത്രയോ രക്ഷിതാക്കളെയും എനിക്കറിയാം. ഓ സഹോദരിമാരെ, ദുആഉൽ കർബ് അത് വളരെ പുണ്യമുള്ളതാണ്. ഗർഭിണികൾ ധാരാളമായി ചൊല്ലേണ്ട ഒരു ദിക്റാണ് ദുആഉൽ കർബ്. അറിയുന്ന പണ്ഡിതന്മാരിൽ എഴുതി വാങ്ങി നിങ്ങൾക്കത് ചൊല്ലാം. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, പ്രകൃതിയുടെ നിയമം തന്നെയാണ് സ്ത്രീകൾ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ടവരാണെന്ന നിയമം. അതിലാർക്കും തർക്കത്തിന് അവകാശമില്ല. ഇപ്പോ ചില ആളുകൾ പെണ്ണുങ്ങൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടി ഉള്ള പെണ്ണുങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. എന്നിട്ടുള്ള സ്ത്രീകളെ മുഴുവനും കൊണ്ടുപോയിട്ട് അന്യപുരുഷന്മാരെ കൊണ്ടുവന്ന് എന്നിട്ട് ഇതുപോലുള്ള വീഡിയോ ക്യാമറ വെച്ച് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ചിത്രം പിടിച്ച്, സുബ്ഹാനല്ലാഹ്, ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ഒരാൾ വീഡിയോ ക്യാമറ പിടിക്കുന്നുണ്ട്. പക്ഷെ അയാളും ആണാണ്, ഞാനും ആണാണ്. അയാൾ എന്റെ മുഖത്ത് നോക്കിയാലും കുഴപ്പമില്ല, അയാൾ എന്റെ ക്യാമറയിലേക്ക് നോക്കിയിട്ട് എന്റെ മുഖം ഇങ്ങനെ പിടിച്ചാലും കുഴപ്പമൊന്നും വരാനില്ല. നേരെ മറിച്ച് അന്യപുരുഷന്മാരായ പത്രക്കാരെയും മീഡിയക്കാരെയും കൊണ്ടുവന്ന് അന്യ സ്ത്രീകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് നിന്ന് മുഴുവനും ക്യാമറയിൽ പിടിച്ചിട്ട്, സുബ്ഹാനല്ലാഹ്, എന്തിനധികം പറയണം, നിസ്കരിക്കുന്ന ഫോട്ടോ വരെ ക്യാമറയിൽ പിടിച്ചിട്ട് പത്രത്തിലും അതുപോലെ മറ്റ് മാധ്യമങ്ങളിലും കൊടുക്കുന്ന ആളുകൾ ഉണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അൽ ഐനാനി സിനാഹുമ നദറു, 2 കണ്ണുകൾ അതിന്റെ വ്യഭിചാരമാണ്, നോട്ടമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അന്യ സ്ത്രീകളിലേക്ക് നോക്കുന്ന നോട്ടം അത് വ്യഭിചാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ വ്യഭിചാരത്തിലൂടെ എന്ത് മതപ്രവർത്തനമാണ് ഇവർ നടത്താൻ പോകുന്നത്? അല്ലാഹു ജല്ല ജലാലുഹു അത്തരം ശർറുകളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ പോകാം. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സാധാരണ നിലക്കുള്ള ബാങ്ക് അത് സ്ത്രീകൾക്ക് കൊടുക്കൽ ഹറാമാണെന്ന് വരെ പണ്ഡിതന്മാര് പറഞ്ഞു. അതുകൊണ്ടാണ് ലോകത്ത് ഇന്ന് വരെ ഒരൊറ്റപ്പള്ളിയിലും സ്ത്രീകൾ ബാങ്ക് വിളിച്ചിട്ടില്ല. ഇരിക്കട്ടെ, എന്നാൽ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ ചുവട്ടിലുള്ള ബാങ്ക് അത് സ്ത്രീകൾക്കും കൊടുക്കാമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അന്യപുരുഷന്മാർ കേൾക്കുന്ന ബാങ്കല്ല, ചെറിയ കുട്ടി കേൾക്കുന്ന ബാങ്കാണ്. ആ കുട്ടി ബാങ്ക് കേട്ടതുകൊണ്ട് ഈ പെണ്ണിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഒരു കുഴപ്പവും വരാനില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ചുവട്ടിൽ കൊടുക്കുന്ന ബാങ്ക് സ്ത്രീകൾക്കും കൊടുക്കാം. ഈ ബാങ്കിൽ വിളിച്ചു പറയുന്ന വാചകം എന്താണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നേരത്തെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം ബറക്കത്തുള്ള ഉമിനീരോടുകൂടി അതാ മധുരം തൊട്ടുകൊടുത്തുകൊണ്ട് ആരംഭിക്കണമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞുവെങ്കിലും ആ ശരീരത്തിന്റെ ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നതിനു മുമ്പ് ആത്മാവിന്റെ ഭക്ഷണം വിതരണം തുടങ്ങണം. ആ ആത്മാവിന്റെ ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. ആദ്യമായി കുട്ടി കേൾക്കുന്നത് തന്നെ
ആ കുട്ടിയെ സൃഷ്ടിച്ച് പോറ്റി വളർത്തിയ രാജാവ്, ആ കുട്ടിയെ ഗർഭപാത്രത്തിൽ സൂക്ഷിച്ചു വളർത്തിയ രാജാവ്, ആ ഗർഭപാത്രത്തിൽ നിന്ന് ആവശ്യമായ ഭക്ഷണം സ്പെഷ്യൽ കുഴലിലൂടെ ഉമ്മയുടെ രക്തത്തിലൂടെ നൽകിയ രാജാവ്, ആ രാജാവിന്റെ പേര് ആദ്യമായി കുട്ടി കേൾക്കണം, അല്ലാഹ്. അവനെക്കുറിച്ച് കുട്ടി കേൾക്കണം, അല്ലാഹു അക്ബർ, അല്ല വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. ഓ മുസ്ലിമീങ്ങളെ, ഇവിടെ നിങ്ങൾ ഓർക്കണം, ഈ കുട്ടിക്ക് ഒരൊറ്റ ഭാഷയും അറിയില്ല. കുട്ടി പുറത്തു വന്നിട്ടേ ഉള്ളൂ. പക്ഷെ അവൻ ആദ്യം കേൾക്കുന്നത് അറബി ഭാഷയാകണം. അത് പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഷയാണ്. വലിസാനു അഹ്ലിൽ ജന്ന, അത് സ്വർഗക്കാര ഭാഷയാണ്. ആ ഭാഷയിൽ അവന്റെ കാതിൽ കൊടുത്തേക്കണം, കേൾപ്പിച്ചു കൊടുത്തേക്കണം. എന്താണ് കൊടുക്കുന്നത്? അല്ലാഹു അക്ബർ, അല്ല വലിയവനാണ്. അവിടുന്ന് തുടങ്ങി എല്ലാ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്നും എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ ദഅവത്ത് അദ്ദഅവത്തു താമ്മ, പരിപൂർണമായ പ്രബോധനമെന്ന് നമ്മളതാ ബാങ്കിന്റെ ശേഷമുള്ള ദുആയിൽ വിശേഷിപ്പിക്കുന്ന ദഅവത്ത്. അതാണ് ബാങ്ക്. അല്ലാഹു അക്ബർ, അല്ല വലിയവനാണ്. എല്ലാ ജനങ്ങളെയും ക്ഷണിക്കാനുള്ളത് ഇലല്ലാഹ്, അല്ലാഹുവിലേക്കാണ്. ആ ക്ഷണം നടത്തുന്നവനേക്കാൾ, ബാങ്ക് വിളിക്കുന്നവനേക്കാൾ, ഇൽമു പറയുന്നവനേക്കാൾ, അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്നവനേക്കാൾ, അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, അവന്റെ ഖുർആൻ പാരായണത്തിലേക്ക്, അവന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയത്തിലേക്ക്, അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്, തങ്ങളെ സ്നേഹിക്കുന്നതിലേക്ക്, അങ്ങനെ അല്ലാഹുവിലേക്കും അവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കും മനുഷ്യനെ ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണം. അല്ലാഹുവിനെ നാം അങ്ങേയറ്റം സ്നേഹിക്കണം. വല്ലദീന ആമനൂ അസദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ളവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ തന്നെ. എങ്ങനെ അവനെ സ്നേഹിക്കാതിരിക്കും? സംസാരിക്കുന്ന എനിക്ക് സംസാരിക്കാൻ നാവ് തന്നതും കഴിവ് തന്നതും അവൻ തന്നെ. കേൾക്കുന്ന നിങ്ങൾക്ക് കാതു തന്നതും കേൾവി തന്നതും അവൻ തന്നെ. കാണുന്ന നിങ്ങൾക്കും എനിക്കും നോക്കാൻ കണ്ണു തന്നതും കാഴ്ച തന്നതും അവൻ തന്നെ. ഇരിക്കാനും നിൽക്കാനും ആരോഗ്യം തന്നതും അവൻ തന്നെ. ശരീരം സൃഷ്ടിച്ചതും അവൻ തന്നെ. അതേ, നമുക്ക് വെള്ളം തന്നതാരാണ്? ഭക്ഷണം തന്നതാരാണ്? ഓക്സിജൻ തന്നതാരാണ്? ആരോഗ്യം തന്നതാരാണ്? കാല് തന്നതാരാണ്? കൈ തന്നതാരാണ്? ചിന്ത തന്നതാരാണ്? ചിന്തിക്കാൻ ബുദ്ധി തന്നതാരാണ്? വയറ് തന്നതാരാണ്? വയറ്റിലുള്ളതെല്ലാം തന്നതാരാണ്? ശരീരത്തിന്റെ എല്ലാ വശങ്ങളും സൃഷ്ടിച്ചതാരാണ്? ചോദിക്കട്ടെ, അവൻ സൃഷ്ടിച്ച കണ്ണിനെത്രയാണ് വില? ആർക്കെങ്കിലും ഒരു കണ്ണുണ്ടാക്കാൻ കഴിയുമോ? ആർക്കെങ്കിലും ഒരു കാതുണ്ടാക്കാൻ കഴിയുമോ? കിഡ്നിക്ക് രോഗമായിട്ട് കിഡ്നി മാറ്റിവെക്കുന്നത് കാണുന്നു. എന്തേ മെഡിക്കൽ കോളേജുകളിൽ കുറച്ച് കിഡ്നികൾ ഉണ്ടാക്കാൻ തുടങ്ങാത്തത്? എന്തേ ഹാർട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങാത്തത്? എന്തേ കണ്ണുകൾ നിർമ്മിക്കാൻ തുടങ്ങാത്തത്? പോകട്ടെ, രക്തം തീർന്നുപോയൊരു മനുഷ്യന് രക്തം കൊടുക്കേണ്ടി വന്നാൽ പോലും എല്ലാം കണ്ടുപിടിച്ച് ഈ ആധുനിക യുഗത്തിൽ ഒരു മെഡിക്കൽ കോളേജിലും ഒരാശുപത്രിയും രക്തം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയും കാണുന്നില്ലല്ലോ. ഒരു രക്തവും ഉണ്ടാക്കുന്ന സംവിധാനം കാണുന്നില്ലല്ലോ.
അല്ലാഹു സൃഷ്ടിച്ച രക്തം എടുത്തു കൊടുക്കുകയല്ലാതെ ചോദിക്കട്ടെ, റബ്ബിന്റെ സൃഷ്ടിപ്പിന്റെ വിഷയം പറഞ്ഞാൽ അതുണ്ടോ? തീരുന്നു സഹോദരിമാരെ. അതിന്റെ അത്ഭുതങ്ങളുണ്ടോ? പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയുന്നു ചെറുപ്പക്കാരെ. എന്താണ് സ്വർണത്തിന് വില? 8 ഗ്രാം സ്വർണത്തിന് 13,000 ഉറുപ്പിക. അതേ സമയത്ത് 800 ഗ്രാമിന് പോകട്ടെ, 8 കിലോഗ്രാമിന് പോകട്ടെ, 80 കിലോ ഇരുമ്പിന് എത്രയാണ് വില? സുബ്ഹാനല്ലാഹ്. ഇരുമ്പിന് 8 ഗ്രാം സ്വർണത്തിന്റെ വിലയൊന്നും ഇല്ല. എന്താ കാരണം? വളരെ വ്യക്തമാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണത്. സ്വർണം തീരെ മനുഷ്യന് ആവശ്യമില്ല. ആർക്കും എന്നോട് വെറുപ്പിടിക്കരുത്. സ്വർണം മനുഷ്യന്റെ ജീവിതത്തിന് തീരെ ആവശ്യമില്ല. എനിക്ക് 50 വയസ്സായി, ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ സ്വർണം ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു തയ്യാറും പറ്റിയില്ല. അപ്പൊ ജീവിതത്തിന് സ്വർണം ആവശ്യമില്ല, അത് എനിക്ക് ഉറപ്പാണ്. എന്റെ ഭാര്യ സ്വർണത്തിന്റെ ആഭരണം അണിയുന്നുണ്ട്, അത് എനിക്ക് വേണ്ടി അണിയുകയാണ്, എനിക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അവൾക്ക് കണ്ട് ആസ്വദിക്കാനാണ് ഞാൻ അണിയേണ്ടത്, അങ്ങനെയല്ലേ? അപ്പൊ അത് എനിക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി. അതുകൊണ്ട് സ്ത്രീകൾക്ക് പൊന്നു വാങ്ങിച്ചു കൊടുക്കേണ്ട പുരുഷന്മാരാണ്. സ്ത്രീകളോട് എനിക്ക് കുറെ പൊന്നു വേണമെന്ന് ആവശ്യപ്പെടലല്ല, അവൻ വാങ്ങിയങ്ങ് കൊടുക്കുക വേണ്ട. ചില ആളുകളുണ്ട് ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ വധുവായി വരുന്ന പെണ്ണിന്റെ ബാപ്പനോട് പറയും വാങ്ങി കൊടുക്കണം. അങ്ങനെയല്ല വേണ്ടത്, നിനക്ക് കണ്ട് ആസ്വദിക്കാനല്ലേ നീയാ വാങ്ങി കൊടുക്കേണ്ടത്. ധാരാളം ഭാര്യയായിട്ട് വരുന്ന പെണ്ണിന് ധാരാളം പൊന്നു വാങ്ങിച്ചു കൊടുക്കുക. ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ട്, ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ വിവാഹം കഴിച്ചാൽ ആ വധുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ വരുന്ന വരന്റെ സഹോദരിമാരും കുടുംബങ്ങളും ഉണ്ട്. അവർ വരുന്ന സമയത്ത് ഈ വധുവിന് ആവശ്യമായ ഡ്രസ്സൊക്കെ അവർ കൊണ്ടുവരും. ഇവിടെ ഇല്ല അങ്ങനെ ഉണ്ട്. ഡ്രസ്സൊക്കെ അവർ കൊണ്ടുവരും, ഹെയർ പിന്നടക്കം അവർ കൊണ്ടുവരും. ഏതെങ്കിലും ഒരു സാധനം ബാപ്പാൻ്റെത് ഉണ്ടോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഈ പെങ്ങന്മാർക്ക് ദേഷ്യം പിടിക്കും. അതൊന്നും പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവന്ന് തന്നെ ആയിരിക്കണം നിർബന്ധമാണ്. നല്ലൊരു അഭിപ്രായമാണത്. പക്ഷെ അത് പൊന്നിനും കൂടി അങ്ങനെ തന്നെ നിർബന്ധമാക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പൊന്നും ബാപ്പ കൊടുത്തതായിരുന്നു, അതും ഇയാൾ കൊടുത്തയച്ചു തന്നെ ആയാൽ എത്ര ഭംഗിയായി. സുബ്ഹാനല്ലാഹ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം, പൊന്ന് അത് ആഭരണമായി ഉപയോഗിക്കുകയാണ്, ജീവിതത്തിന് ആവശ്യമില്ല. അത് ഭംഗിക്ക് വേണ്ടിയുള്ളതാണ്. പൊന്നാരും തിന്നാറില്ല, കുടിക്കാറില്ല. പൊന്നും വെള്ളിയും പണമാണ്. പണത്തിന്റെ സ്വഭാവം തന്നെ അത് ഉപയോഗിക്കൂല എന്നുള്ളതാണ്. പണം ഉപയോഗിക്കൂല. ഉപയോഗിക്കുന്ന സാധനം വാങ്ങിയിട്ട് പണം കൊടുക്കലാണ്. ഉപയോഗിക്കുന്ന സാധനം വിറ്റിട്ട് പണം വാങ്ങലാണ്. പിന്നെയും ആ പണം കൊടുത്തിട്ട് ഉപയോഗിക്കുന്ന സാധനം വാങ്ങലാണ്. ഈ പണം എന്നത് ഉപയോഗിക്കൂല. എല്ലാവർക്കും അറിയാവുന്നതാണ്. 100 റുപ്യ കൊടുത്തിട്ടൊരു സാധനം വാങ്ങുക, അത് ഉപയോഗിക്കുക. 100 റുപ്യക്കൊരു സാധനം വിൽക്കുക, എന്നിട്ട് പണം വാങ്ങിയിട്ട് ആ പണം കൊടുത്തിട്ട് വേറൊന്ന് വാങ്ങി ഉപയോഗിക്കുക. അല്ലാതെ പണം ഉപയോഗിക്കൂല. അപ്പോൾ സ്വർണവും വെള്ളിയും നഖ്താണ്, പണമാണ്. പണമാകുമ്പോൾ അതിന് സ്വന്തത്തിന് ഉപയോഗമില്ല, മറ്റുള്ളതിനെല്ലാം അതുകൊണ്ട് വില കണക്കാക്കലാണ്. ആ സ്വർണവും വെള്ളിയും ഉണ്ടല്ലോ, അത് മനുഷ്യന്റെ ജീവിതത്തിന് അതാ ഉപയോഗത്തിന് ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് ഇരുമ്പങ്ങനെയല്ല. ഇരുമ്പ് ഉപയോഗിക്കാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. ഇരുമ്പിനെന്തുകൊണ്ടാണ് അല്ലാഹ് വില കുറച്ചത്? അതാ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഞാൻ ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ മുമ്പിൽ ഇരുമ്പാണ്. നിങ്ങളൊക്കെ അതാ ഇവിടെ ഇരിക്കുമ്പോൾ ലൈറ്റ് തരുന്ന ഈ ലൈറ്റ് പാസാക്കുന്നുണ്ടല്ലോ, ആ ലൈറ്റ് തരുന്ന കമ്പി അത് ഇരുമ്പാണ്. അതിവിടെ കുത്തനക്ക് വെച്ചിട്ടുള്ള ഈ തൂണും ഇരുമ്പിൻ്റെതാണ്. ഈ പള്ളി അത് ഇരുമ്പിന്റെ കമ്പി കൊണ്ട് പാർത്ത് അതാ കോൺക്രീറ്റിൽ ഇരുമ്പ് ചേർത്തതാണ്. ഇന്ന് വൈകുന്നേരം കഴിച്ച ഭക്ഷണം ഇരുമ്പിന്റെ കത്തി കൊണ്ട് മുറിച്ച മത്സ്യമാണ്. ആകയാൽ ഇരുമ്പ് മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ്. ഇരുമ്പില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു ഇരുമ്പ് ധാരാളം പടച്ചു. അതിന് ചെറിയ വിലക്ക് അല്ലാഹു ഇരുമ്പ് കൊടുത്തു. ഇരുമ്പ് ചെറിയ വിലക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ചിലർക്ക് എന്നോട് ദേഷ്യം പിടിക്കും. ഇരുമ്പിന് വില കൂടിയിട്ട് നമ്മളൊക്കെ വലിയ ബേജാറിലാണ്. ചെറിയ വില എന്ന് ഞാൻ പറഞ്ഞത് പൊന്നിനെ അപേക്ഷിച്ചുകൊണ്ടാണ്. സുഖപ്രസവം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ?
അതിനർത്ഥം പ്രസവിക്കാൻ നല്ല സുഖമുണ്ട് എന്നല്ല. അങ്ങനെ ഒരു പ്രസവം ഉണ്ടാവൂല. സുഖപ്രസവം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സിസേറിയൻ ഇല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ പ്രസവിച്ചാൽ അതിന്റെ പേരാണ് സുഖപ്രസവം. വാസ്തവത്തിൽ പ്രസവം അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. അത് പ്രസവിച്ചവരോട് ചോദിച്ചു നോക്കണം അതിന്റെ ബുദ്ധിമുട്ട് എത്രയാണെന്ന്. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞതാണ് ഇരുമ്പിന് വില കുറവാണെന്ന്. സുഖപ്രസവം എന്ന് പറയുന്നത് പോലെ പറഞ്ഞതാണ്. ഓ ജനങ്ങളെ, സ്വർണം കൊള്ള അപേക്ഷിച്ച് നോക്കിയാൽ ഇരുമ്പിന് വില വളരെ കുറവാണ്. കാരണം ഇരുമ്പ് മനുഷ്യന് ജീവിതത്തിൽ അത്രയും ആവശ്യമാണ്. സ്വർണം അത്ര ആവശ്യമില്ല. അതുകൊണ്ട് അതിന് വലിയ വിലയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഭക്ഷണത്തിന് വെള്ളത്തെക്കാൾ വിലയാണ്. കാരണം ഭക്ഷണം കഴിക്കാൻ മതി, വെള്ളം കുടിക്കാൻ പോരാ. ഭക്ഷണം ഉണ്ടാക്കാനും വെള്ളം വേണം, കഴുകാനും വെള്ളം വേണം, വൃത്തിയാക്കാൻ വെള്ളം വേണം. കഴിച്ച ഭക്ഷണം ദഹിച്ചിട്ട് വിസർജനം നടത്തിയാൽ പിന്നെയും വെള്ളം വേണം. ഒതുവെടുക്കാൻ വെള്ളം വേണം, കുളിക്കാൻ വെള്ളം വേണം, അലക്കാൻ വെള്ളം വേണം. ഭക്ഷണം ഇങ്ങനെ അലക്കാൻ ഭക്ഷണം ആവശ്യമില്ല, കുളിക്കാൻ ഭക്ഷണം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഭക്ഷണം പോലെ വിലയില്ല. വെള്ളം അല്ലാഹു ധാരാളം പടച്ചു. എന്നാൽ വെള്ളം കിട്ടാനും കിണർ കുഴിക്കണം, വെള്ളം കിട്ടാൻ അതാ സൂക്ഷിക്കാൻ പാത്രം വേണം, ജലസേചന വകുപ്പിന് മന്ത്രി വേണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കൂ, മനുഷ്യന് വെള്ളത്തെക്കാൾ ആവശ്യമുള്ളൊരു വസ്തുവുണ്ട്. ആ വസ്തുവിന് മന്ത്രി വേണ്ട, അതിന് സൂക്ഷിക്കാൻ പാത്രം വേണ്ട, അതിന് അതാ കിണർ കുഴിക്കേണ്ടതില്ല. അതെന്താണ് സാധനമെന്നറിയാമോ? ഓരോ സെക്കൻഡിലും നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വായു ഉണ്ടല്ലോ, ഓക്സിജൻ ഉണ്ടല്ലോ. ആ വായുവിന് വായുസേചന മന്ത്രിയില്ല, ജലസേചന മന്ത്രിയെ പോലെ ഒരു വായുവിന് മന്ത്രി ആവശ്യമില്ല, അതിന് ഗ്ലാസ് ആവശ്യമില്ല, അതിന് കിണർ ആവശ്യമില്ല, പൈപ്പ് എടുക്കേണ്ടതില്ല. മനുഷ്യൻ ഏത് വിമാനത്തിൽ കരിപ്പൂരിൽ നിന്ന് പറന്നാലും അവിടെ എല്ലാം ഓക്സിജൻ ലഭ്യമാണ്, വായു ലഭ്യമാണ്. കാരണം ഓരോ സെക്കൻഡിലും ആവശ്യമാണ്. അങ്ങനെ ആവശ്യത്തിനനുസരിച്ചെല്ലാം സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജാവായ ആ അല്ലാഹുവിനെ സ്നേഹിക്കേണ്ടതില്ലേ ചെറുപ്പക്കാരെ? ആ റബ്ബിനെ അംഗീകരിക്കേണ്ടതില്ലേ മുഅ്മിനീങ്ങളെ? അവനല്ലാതെ ആരാണ് വലിയവനുള്ളത്? നമ്മൾ വലിയവനാണെന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു ചെറിയ ഉള്ളി കൊണ്ടുവന്ന് നമ്മുടെ മുഖത്തിന്റെ നേരെ പിടിച്ചിട്ട് അള്ള പടച്ച ഉള്ളിയൊന്ന് തോലുരിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചില്ലേ? ഉള്ളിയുടെ മുന്നിൽ കണ്ണീരൊഴിക്കുന്ന നീ ഞാൻ വലിയവനാണെന്ന് ചിന്തിക്കുന്നതിന് എന്തർത്ഥമാണ്? ചോദിക്കട്ടെ, വയറ്റിൽ നിന്നൊരൽപ്പം കൂടുതലായി അതാ നിന്റെ വയറ്റിൽ നിന്ന് വിസർജിച്ചു പോയാൽ നീ ബോധം കെട്ട് വീണുപോയില്ലേ? എടുത്തുകൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോ വയറ്റിന്ന് പോയതാണ്, അതാ ആശുപത്രിയിലെത്തിച്ചിരിക്കുകയാണ്, ബോധം തെളിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ചോദിക്കട്ടെ, വയറ്റിൽ നിന്ന് പോയത് എന്താണ്? സ്വർണമാണോ? മുത്താണോ? പുഷ്പമാണോ? അല്ല അല്ല, നജസ് കുറച്ച് ലിമിറ്റില്ലാതെ വയറ്റുന്നു പോയപ്പോ ബോധം കെട്ട് വീണു പോകുന്ന മനുഷ്യ, നജസിന്റെ ബലത്തോടെ നടന്നു നീങ്ങുന്ന മനുഷ്യ, നീ ഒരു വലിയവനാണെന്ന് ചിന്തിക്കാൻ അർഹതയുണ്ടോ? വലിയവനൊന്നേ ഉള്ളൂ, ഖിയാമുഹു ബിൻ നഫ്സി വഹ്ദാനിയ മുനസ്സഹുൻ ഔസാഫുഹു സനിയ. സർവഗുണങ്ങളിലും പരിപൂർണതയുള്ളവനായ, ഒരു ന്യൂനതയും സംഭവിക്കാത്തവനായ, എല്ലാ പരിപൂർണതയും ഒരുമിച്ച് കൂട്ടിയവനായ, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനുമായ, എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനുമായ, എല്ലാ ഉപകാരത്തിന്റെയും ഉപദ്രവത്തിന്റെയും ഉടമസ്ഥനായ, എല്ലാറ്റിന്റെയും രാജാവായ അല്ലാഹു ആ അല്ലാഹു ജല്ല ജലാലുഹു അവൻ ഓരോ സെക്കൻഡിലും എനിക്ക് തരുന്ന അനുഗ്രഹത്തോടെ ഞാൻ ജീവിക്കുന്നു. എന്റെ സഹോദരന്മാര്
പലരും ഉറക്കം കിട്ടാതെ അങ്ങാടിയിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മാനസിക രോഗികളുണ്ട്. റബ്ബേ, അത്തരം രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. മനസ്സിന്റെ സമാധാനം തന്നത് അവനാണ്. എന്റെ സഹോദരന്മാര് പലരും മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കി, സുബ്ഹാനല്ലാഹ്, ക്യാൻസർ രോഗമാണ്, ക്യാൻസർ വാർഡിലാണ്, തൊണ്ടയിലൂടെ ഒരുറ്റി വെള്ളമിറക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. റബ്ബേ, അത്തരം രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണം അല്ലാ. രോഗമുള്ളവർക്ക് നീ ശമനം നൽകണം അല്ലാ. ചോദിക്കട്ടെ, 1000കണക്കിന് അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിച്ചു തന്നുകൊണ്ട് ആരോഗ്യത്തോടെ നമ്മെ ജീവിപ്പിച്ച് കൊണ്ടുപോകുന്ന റബ്ബ്, ആ റബ്ബിനെ സ്നേഹിക്കേണ്ടതില്ലേ ചെറുപ്പക്കാരെ? ആ റബ്ബിനെ പ്രിയം വെക്കേണ്ടതില്ലേ ഉമ്മമാരെ? വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹുവിനെ അതിരറ്റ് സ്നേഹിക്കണം. അല്ലാഹുവിനെ ശരിക്ക് അതിരറ്റൊരു മനുഷ്യന്റെ മനസ്സിലങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ല, അവൻ ആരോടും അസൂയയില്ല. ഒരു മനുഷ്യൻ എത്ര തന്നെ ഉയർന്ന പദവിയിലെത്തിയാലും അതിനവന് കംപ്ലൈന്റ് ഇല്ല, അവന് വേവലാതിയില്ല, മനക്ലേശമില്ല. അവൻ സാമ്പത്തികമായി ഉയർന്നാലും, അവൻ ആത്മീയമായി ഉയർന്നാലും, അവനൊരു വലിയ പണ്ഡിതനായിരുന്നാലും, അവനൊരു വലിയ നേതാവായിരുന്നാലും, അവന് വലിയ അംഗീകാരം ലഭിച്ചാലും, അവൻ എന്തെന്ത് ലഭിച്ചാലും അവന്റെ മനസ്സിന് യാതൊരു വിഷമവുമില്ല. കാരണം എന്താണ്? പണ്ഡിതനെ പണ്ഡിതനാക്കിയതാരാണ്? നേതാവിനെ നേതാവാക്കിയതാരാണ്? പണക്കാരനെ പണക്കാരനാക്കിയതാരാണ്? ആരോഗ്യമുള്ളവൻ ആരോഗ്യം കൊടുത്തതാരാണ്? എല്ലാറ്റിനും മറുപടി ഒന്നേ ഉള്ളൂ, അല്ലാഹ്, അല്ലാഹ്, അല്ലാഹ്. അവൻ കൊടുത്തതിൽ നമ്മുടെ മനസ്സിനെന്തിനാണ് കംപ്ലൈന്റ്? അവൻ കൊടുക്കുന്നതിൽ നമ്മുടെ മനസ്സിനെന്തിനാണ് വേവലാതി? കൊടുക്കാൻ അറിയുന്നവൻ അവനല്ലേ? കൊടുക്കുന്നത് അവന്റെ അധികാരത്തിൽ നിന്നല്ലേ? അവന്റെ ഉടമസ്ഥതയിലുള്ളതല്ലേ? അതിൽ നമ്മളെന്തിനാണ് ഇടപെടാൻ പോകുന്നത്? അസൂയ ഒരിക്കലും അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുലേക്ക് മനസ്സ് തിരിഞ്ഞ ഒരാൾക്ക് അസൂയ ഉണ്ടാവില്ല. നമുക്ക് പലപ്പോഴും അസൂയ ഉണ്ടാവും, അത് നമ്മൾ വേണ്ടതുപോലെ അള്ളാഹുലേക്ക് മനസ്സിന് തിരിയാത്തതുകൊണ്ടാ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, തൊട്ടടുത്തുള്ള വീട് നല്ല ഭംഗിയുള്ള വീടായി, 4 ജോറായി, ഗ്രാനൈറ്റ് ഒക്കെ പതിച്ച് നല്ല വീടുണ്ടാക്കുന്നത് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാകണം. കാരണം അള്ളാഹു തആലക്ക് അങ്ങനെ കൊടുക്കുന്നതിൽ നമ്മൾ സന്തോഷിക്കുക. നമ്മൾ അയൽവാസിക്ക് കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ്, വളരെയേറെ സന്തോഷം വേണം നമുക്ക്. അയൽവാസികളോട് അസൂയ ഉണ്ടാകാൻ പാടില്ല, ആരോടും ഉണ്ടാകാൻ പാടില്ല. അയൽവാസികളാ കൂടുതൽ ഉണ്ടാകുക, അതുകൊണ്ടാണ് പറഞ്ഞത്. തൊട്ടടുത്ത ആളുകളോടാണ് കൂടുതൽ അസൂയ ഉണ്ടാകുക. അല്ലാതെ അങ്ങ് ബോംബെയിലുള്ള മുതലാളിക്ക് എത്ര ഉണ്ടായി നമുക്കെന്താ? നമ്മളെ തൊട്ടടുത്ത ആളുകൾ ഉഷാറാകുമ്പോഴേ നമുക്ക് വിഷമം ഉണ്ടാകുക. അതുകൊണ്ട് തീരെ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ തൊട്ടടുത്ത വീട് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. കാരണം നമുക്ക് ഇങ്ങനെ വീട്ടിലിരുന്ന് കാണാലോ, ഈ ഭംഗി ഇങ്ങനെ കാണാലോ. നമ്മളെ വീട് എത്ര ഭംഗി ഉണ്ടാക്കിയിട്ട് എന്താ കാണണമെങ്കിൽ മുറ്റത്തിരുന്നിട്ട് തിരിഞ്ഞു നോക്കണ്ടേ? മുറ്റത്തിറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കാതെ സ്വന്തം വീട് കാണും. അപ്പൊ തൊട്ടടുത്തുള്ള വീട് നല്ല ഭംഗിയിലുണ്ടാവുമ്പോ നമ്മളിങ്ങനെ സന്തോഷിക്കും. കാരണം നമ്മളെ കണ്ണുകൊണ്ട് ഈ സൗന്ദര്യം ഇങ്ങനെ കാണാലോ, അത് അയാൾ കാണില്ല, നമ്മളെ കാണുക. നമുക്ക് നല്ല സന്തോഷമല്ലേ? സൗന്ദര്യം ഉള്ളത് കാണൽ വലിയ സന്തോഷമല്ലേ? അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മാണ് എന്നുള്ളത്, സദഖയാണ്. കാരണം അതിന് ഒരാളെ കണ്ടാൽ പുഞ്ചിരിക്കുക, അതിന് വലിയ വിഷമമൊന്നുമില്ല. ഷട്ടർ വെക്കൊന്നും വേണ്ടല്ലോ, അത് കുറച്ചൊന്ന് നമ്മുടെ ചുണ്ടൊന്നും നീക്കിയാൽ വരും. ചില ആളുകളുടെ എത്ര കണ്ടാലും പുഞ്ചിരിച്ചു പോകില്ല, ചിരിച്ചു പോകില്ല, ഇങ്ങനെ പിടിക്കൂ. അങ്ങനല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ പുഞ്ചിരിക്കേണ്ട ഭാര്യനെ കാണുമ്പോൾ. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഭാര്യന്റെ മുമ്പിൽ പുഞ്ചിരിച്ചുകൊണ്ട് കയറിച്ചില്ല, എന്തൊരു സന്തോഷം ഉണ്ടാവും ആ ഭാര്യക്ക്. ചില ആളുകൾ ഭാര്യന്റെ അടുത്ത് പോകുമ്പോൾ മുഖം അങ്ങനെ കറുപ്പിച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെ ഞാൻ പാടില്ല. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. എന്താ കാരണം? നല്ല പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ എന്തൊരു സന്തോഷമാണ്. അയാളെ മുഖത്തിന് സന്തോഷമായി, അയാളെ കണ്ണിന് സന്തോഷമായി. അതേസമയത്ത് നമുക്കൊക്കെ ദേഷ്യം പിടിക്കൂലേ കൊഞ്ഞനം കാണിച്ചാൽ?
കൊഞ്ഞനെ കാട്ടിയാ ദേഷ്യം പിടിക്കുന്നതിന് അയാളെ മുഖം ചുരുട്ടിപ്പിടിച്ച് നമുക്ക് തന്നെ ദേഷ്യം പിടിക്കുന്നത് നമ്മളെ കണ്ണിനെ ആക്രമിച്ചുകൊണ്ടാണ്. അയാളെ മുഖം ചുരുട്ടിപ്പിടിച്ചിട്ട് നമ്മളെ കണ്ണിനെ ആക്രമിച്ചു. കാരണം കണ്ണിന് കാണാൻ പറ്റാത്ത സാധനം കാണിച്ചു, അപ്പൊ നമുക്ക് ദേഷ്യം പിടിക്കാൻ. അപ്പൊ കണ്ണിന് ഏറ്റവും സന്തോഷം ഉണ്ടാകുക സൗന്ദര്യത്തിൽ കാണുമ്പോഴാ. അതുകൊണ്ടാണ് നല്ല സൗന്ദര്യമുള്ള വീട് നമ്മളെ വീട്ടിന്റെ മുന്നിൽ ഉണ്ടാകുമ്പോ നമ്മളെ മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാവണം. പക്ഷെ പലരും അവസ്ഥ അങ്ങനല്ല. അപ്പുറത്തെ വീട് നല്ല ഭംഗിയാവുമ്പോ വല്ലാത്തൊരു വിഷമം മനസ്സിന്. അത് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിയാത്തത് കൊണ്ടാണ്. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞവൻ അസൂയ ഉണ്ടാവൂല. അവനതിൽ സന്തോഷിക്കും, അള്ളാഹു കൊടുക്കുന്ന നിയമത്തിൽ സന്തോഷിക്കും. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഒരാൾ വലിയ പണക്കാരനാകുന്നു, നമ്മൾ നല്ലോണം സന്തോഷിക്കണം. അയാൾ പണക്കാരനാട്ടെ, അയാൾക്ക് ഇത്ര പണം ഉണ്ടായിട്ട് നമുക്ക് എന്താ അവസ്ഥ? നമുക്ക് എന്തെല്ലാം കാര്യമുണ്ട്? നമുക്കൊരു പാവപ്പെട്ട പെൺകുട്ടിന്റെ കല്യാണത്തിന് പിരിവിന് പോയാൽ അയാളോടൊരു പവനും അയച്ചൂടെ? അയാൾ ധാരാളുണ്ടായാൽ നമുക്ക് സിറാജുലൊക്കെ പിരിവെടുത്തൂടെ? ഈ പള്ളിക്ക് പിരിവെടുത്തൂടെ? മദ്രസക്ക് പിരിവെടുത്തൂടെ? ഈ ഹൗസിനൊക്കെ പിരിവെടുത്തൂടെ? മർക്കസിന് പിരിവെടുത്തൂടെ? അയാൾ ഇതില്ലാതെ തരാൻ കഴിയുമോ? കലത്തിലില്ലാതെ വിളവാൻ കഴിയുമോ? കലത്തിലുള്ളവർക്കല്ലേ വിളവാൻ കഴിയുള്ളൂ. ധാരാളം ഉണ്ടാകട്ടെ എന്ന് മനസ്സിലാക്കണം. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ഒരാള് 10-15,000 10-12,000 റുപ്യ വന്ന് അയാളിങ്ങനെ ബിസിനസ് നടത്തു. അതിലെന്തെങ്കിലും ലാഭം കിട്ടിയാൽ ചെറിയൊരു ശതമാനം സിറാജിലൊക്കെ തരും. അങ്ങനെ എനിക്ക് ഒരാൾ പൈസ തന്നു, വേറെ കുറെ ആൾ ഇല്ലാതെ തരാൻ കഴിയും. അല്ലാഹുതആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ഉണ്ടെങ്കിലേ തരാൻ കഴിയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഉസ്താദെ, നമ്മളെ നാട്ടിൽ മുതലാളിന്റെ അയാൾ 5 പൈസ ആർക്കും കൊടുക്കൂല, എന്നാലും അയാൾക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. അതെന്തേ? അയാളോട് നമുക്ക് കടം വാങ്ങാലോ. അയാളോട് കടം വാങ്ങിയാലും വലിയ ഉപകാരമില്ലേ? അയാൾ കടം തീരെയും കൊടുക്കൂല ഉസ്താദെ, എന്നാലും സന്തോഷിക്കണം. അതെന്തേ? അയാൾ നമ്മളോട് കടം ചോദിക്കൂലോ. അയാൾക്ക് ധാരാളം ഉണ്ടാകുമ്പോൾ പിന്നെ അയാൾ നമ്മളോട് കടം ചോദിക്കുമോ? അപ്പൊ നമ്മൾ പിന്നെ അയാൾക്ക് വിരിവെടുക്കാൻ നടക്കണ്ട, അയാൾക്ക് കടം കൊടുക്കാൻ നടക്കണ്ട. അയാൾക്ക് കടം കൊടുത്തിട്ട് ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ബേജാറില്ല. അപ്പൊ അയാൾക്ക് ഉണ്ടാകുന്നത് നമുക്ക് എന്താ ദോഷം? അപ്പൊ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് തന്നെ വിചാരിക്കേണ്ടത്, ഉണ്ടാകണ്ടെന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മളെ മനസ്സ് എപ്പോഴും നല്ല മനസ്സായിരിക്കണം. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ അങ്ങനെയാണ്. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ അങ്ങനെയാണ്. അള്ളാഹു കൊടുക്കുന്നതിൽ സന്തോഷമാണ്. ഓ മുസ്ലിമീങ്ങളെ, അള്ളാഹു തആലയിലേക്ക് ഒരു മനുഷ്യന്റെ മനസ്സ് തിരിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, അവന് ഞാനൊരു വലിയവനെന്ന ചിന്തയില്ല, അഹങ്കാരമില്ല, അവന് അസൂയയില്ല, അവൻ ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. അവനോട് തെറ്റ് ചെയ്തവനോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. എന്താ കാരണം? കാരണം ഏതൊരു മനുഷ്യന്റെയും മനസ്സ് നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർക്കുകയാണ്, എനിക്ക് യാത്ര പോകാൻ വേണ്ടി, യാത്ര ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വന്ന ഒരു വണ്ടിയുണ്ട്, ഒരു കാറുണ്ട്. അത് മലപ്പുറം ജില്ലയിലെ ഒരു നല്ല മനുഷ്യൻ വാങ്ങിത്തന്നതാണ്. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് വാഹനം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു ജല്ല ജലാലുഹു നല്ല മനസ്സ് കൊടുക്കുന്ന പലരുമുണ്ട്. പക്ഷേ ഞാൻ ആ വാഹനവും കൊണ്ടൊരു സ്ഥലത്ത് പോയി. പോയ ജില്ല ഏതാണെന്ന് ഞാൻ പറയൂല. ഒരു ജില്ലയിൽ ഒരു പരിപാടിക്ക് പോയി. തിരിച്ചു വരുമ്പോൾ ഏതോ ഒരു മനുഷ്യൻ ഒളിച്ചു നിന്നിട്ടൊരു കല്ലെടുത്തിട്ട് ഒരൊറ്റ ഏറ് തന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിച്ചത് അങ്ങനെയാണ്, മറ്റേയാളെ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിച്ചത് ഇങ്ങനെയാണ്. രണ്ടും തോന്നിപ്പിച്ച റബ്ബ് ഒന്ന് തന്നെ. ഓ സഹോദരാ, ഒരു മനുഷ്യന് നല്ലത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം കൊടുക്കുന്നു, വേറൊരു മനുഷ്യന് അല്ലാഹു ദൗർഭാഗ്യം കൊടുത്തിരിക്കുന്നു. അല്ലാഹു എല്ലാവരെയും നന്നാക്കി തരട്ടെ, നമ്മയും അല്ലാഹു നന്നാക്കി തരട്ടെ. അങ്ങനെ ഒരു തെറ്റൊരു മനുഷ്യന് സംഭവിച്ചതിന്റെ പേരിൽ അവനോടും നമുക്ക് വൈരാഗ്യം വെച്ചുകൂടാ, വിദ്വേഷം വെച്ചുകൂടാ. അവനും നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കലാണ് നമ്മുടെ ചുമതല. കാരണം എന്തുകൊണ്ട് ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിന്റെ തെരതിരക്കിൽ പലരും വന്ന് കയ്യിലിങ്ങനെ സംഭാവനയും നേർച്ചയും തരുമ്പോ ഒരാൾ വന്നിട്ട് പറയുന്നു, ഉസ്താദേ ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ നിങ്ങളെ പലതും പലപ്പോഴും പറഞ്ഞവരാണ്, പൊരുത്തപ്പെടണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് പൊരുത്തം, ഇനി പറയുന്നതും പൊരുത്തം, നിങ്ങൾക്കും പൊരുത്തം, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കും പൊരുത്തം, ഇനി പറയുന്നവർക്കും പൊരുത്തം, ലോകത്തെ എല്ലാവർക്കും പൊരുത്തം. പക്ഷേ എന്റെ ദോഷം അല്ലാഹു പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് പറയണം, ഞാനൊരു മഅസൂമായ നബിയല്ല, ഞാനൊരു മലക്കല്ല, ഞാനൊരു പക്ഷേ പലരോടും ഉപദേശിക്കുന്നുണ്ടാകും, പക്ഷേ ഞാൻ ഒരുപാട് തെറ്റ് വന്നവനായിരിക്കും. അരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ലോകത്ത്. അരം എന്ന് പറഞ്ഞാൽ ആ സാധനം എന്താണ്? അത് ഇരുമ്പിന് മൂർച്ചം കൂട്ടുന്ന സാധനമാണ്. ഒരുപാട് ആയുധങ്ങൾക്ക് അരം കൊണ്ടിങ്ങനെ മൂർച്ചം കൂട്ടും, പക്ഷേ അരത്തിന് മൂർച്ചമില്ല കേട്ടോ.
തക്കാളി മുറിക്കാൻ പോലും അരം പറ്റുകയില്ല. ആ അരം കൊണ്ട് മൂർച്ച കൂടിയ ധാരാളം ആയുധങ്ങളുണ്ട്, പക്ഷേ അരത്തിന് മൂർച്ചയില്ല. ഇതുപോലെ മനുഷ്യനായി പോയാൽ, അരം പോലെ ആയിപ്പോയാൽ മനുഷ്യൻ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളാരും അമ്പിയാക്കളല്ല, നമ്മളാരും മലക്കുകളല്ല, നമ്മളിലും ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കി ആരെടുക്കെങ്കിലും വല്ല തെറ്റും വന്നുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഓർമ്മിച്ചിങ്ങനെ കൂടുന്നതിന് പകരം അതിനെല്ലാം മനസ്സറിഞ്ഞ് മാപ്പ് കൊടുത്ത് അവനെയും അല്ലാഹു നന്നാക്കട്ടെ, നമ്മയും അല്ലാഹു നന്നാക്കട്ടെ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നൊരു വിശാലമായ മനസ്സ്, അതാണ് മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് കേട്ടോ. അതാണ് മുത്തഖിയായ മനുഷ്യന്റെ മനസ്സ് കേട്ടോ. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, രണ്ട് കാര്യം നമ്മൾ മറന്നു കളയണം, രണ്ട് കാര്യം നമ്മൾ ഓർമ്മിക്കണം. മറന്നു കളയേണ്ട രണ്ട് കാര്യം എന്താണ്? ഇങ്ങോട്ടൊരാൾ തെറ്റ് ചെയ്താൽ അത് നമ്മളങ്ങ് മറന്നു കളയണം. അതുപോലെ തന്നെ മറന്നു കളയേണ്ട മറ്റൊരു കാര്യം എന്താണ്? നമ്മളൊരാൾക്ക് അങ്ങോട്ടൊരു ഉപകാരം ചെയ്തു കൊടുത്താൽ അത് നമ്മൾ മറന്നു കളയണം. ഞാൻ ഇന്നയാൾക്ക് ഇന്ന ഉപകാരം ചെയ്തു എന്ന് നമ്മൾ ഓർമ്മിക്കാൻ പാടില്ല. അത് പിന്നെ എടുത്തു പറയാൻ പാടില്ല. ഞാനാണ് അവനെ അങ്ങനെയാക്കിയത്, ഞാനാണ് അവൻ ഇത് കൊടുത്തത്, അങ്ങനത്തെ ഒരൊറ്റ വർത്തമാനവും പറയാൻ പാടില്ല. അങ്ങോട്ട് ചെയ്തു കൊടുത്ത ഉപകാരം നമ്മൾ മറന്നു കളയണം. അതേ സമയത്ത് എപ്പോഴും ഓർമ്മിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. അതെന്താണ്? ആരെങ്കിലും നമുക്ക് ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്താൽ അത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. അയാൾ എനിക്കൊരു ഉപകാരം ചെയ്ത മനുഷ്യനാണ്, എപ്പോഴും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ നമ്മൾ ഒരാളോട് അങ്ങോട്ട് തെറ്റ് ചെയ്താൽ അത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. അവൻ മാപ്പ് തന്നെങ്കിലല്ലേ എനിക്ക് രക്ഷയുള്ളൂ. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അങ്ങോട്ട് ചെയ്ത തെറ്റ് ഓർമ്മിക്കണം, ഇങ്ങോട്ട് കിട്ടിയ ഉപകാരം ഓർമ്മിക്കണം. അങ്ങോട്ട് ചെയ്ത ഉപകാരം മറന്നു കളയണം, ഇങ്ങോട്ട് ചെയ്ത തെറ്റുകളും മറന്നു കളയണം. ഈ സ്വഭാവം നമുക്കുണ്ടാകണേ ഉമ്മമാരെ, ഈ സ്വഭാവം നമ്മിൽ പതിവാക്കണേ ചെറുപ്പക്കാരെ. റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ ബിസ്തറാ ബിഖ്തദാ ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹു ഒരാൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആരാണ് അയാള്? സംഹൻ, വിശാല മനസ്ഥിതിയുള്ള ആളാണ്, ഇടുങ്ങിയ ചിന്തയില്ല, വിശാലമായ മനസ്സാണ്. ഇദാ ബാഅ ബിസ്തറാ, വിൽക്കുകയാണെങ്കിലും കൊള്ളുകയാണെങ്കിലും വരെ അദ്ദേഹത്തിന് വിശാല മനസ്ഥിതിയാണ്. 5 റുപ്യ കുറഞ്ഞാലും തരക്കേടില്ല, നീ എടുത്തോളൂ. 5 റുപ്യ കൂടിയാലും തരക്കേടില്ല, ഞാനത് വാങ്ങിക്കോളാം. അവകാശം ചോദിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം വിട്ടുവീഴ്ച മനസ്ഥിതിക്കാരനാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. കാരുണ്യത്തിന് പ്രാർത്ഥിക്കുന്നു. വിശാലമായ മനസ്സ് വേണം നമുക്ക്. എന്നാലേ നമുക്ക് അല്ലാഹുവിനോടുള്ള സ്നേഹം അത് ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകൂ. അവന്റെ സൃഷ്ടികളോട് വൈരാഗ്യം പാടില്ല. അല്ലാഹുവിലേക്ക് ശരിക്ക് മനുഷ്യന്റെ മനസ്സ് തിരിഞ്ഞാൽ അവൻ പിന്നെ വർഗീയവാദിയാകൂല, തീവ്രവാദിയാകൂല, ഭീകരവാദിയാകൂല. എന്തേ കാരണം? അല്ലാഹു തആല തന്നെയാണ് ഹിന്ദുവിനെ പഠിച്ചത്, അല്ലാഹു തന്നെയാണ് ക്രിസ്ത്യാനിയെ പഠിച്ചത്, അല്ലാഹു തന്നെയാണ് എല്ലാവരെയും പഠിച്ചത്. എല്ലാവർക്കും ഭക്ഷണവും വെള്ളവും ഓക്സിജനും കൊടുക്കുന്നത് റബ്ബാണ്. അതുപോലെ എല്ലാവരെയും പടച്ചു നിയന്ത്രിക്കുന്നവൻ റബ്ബാണ്. അതുകൊണ്ട് തന്നെ നിരപരാധികൾ ആക്രമിക്കപ്പെടാൻ കാരണമാകുന്ന തീവ്രവാദങ്ങളിലോ ഭീകരവാദങ്ങളിലോ അവൻ ഒരിക്കലും പോകൂല. ചെറുപ്പക്കാരെ, തീവ്രവാദത്തിന്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ? സുബ്ഹാനല്ലാഹ്, 1 2 3 അല്ലെങ്കിൽ കുറച്ചാളുകൾ സംഘം ചേർന്ന്, അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് തന്നെ ബോംബുണ്ടാക്കിയിട്ട് ഏതോ ഒരു വീട്ടിന് പോയി പാതിരാ സമയത്ത് ഒളിച്ചിരുന്നിട്ട് എറിഞ്ഞു, അല്ലെങ്കിൽ കള്ളത്തോക്ക് കൊണ്ട് വെടിവെച്ചു,
അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും വാഹനം തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി, ഇത്തരത്തിൽ ആളറിയാതെ അക്രമം ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളില്ലേ, അതിന്റെ ഭവിഷ്യത്ത് എത്രയാണ്? ഒരു വീട്ടിന് ബോംബെറിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്നവർ ഏതൊരു സമുദായത്തിൽപ്പെട്ടവരാണോ ആ സമുദായത്തിന്റെ കക്ഷികൾ മുഴുവനും മറ്റൊരു സമുദായത്തെ തെറ്റിദ്ധരിച്ചു. അവർ എല്ലാവരും സംഘടിച്ചിറങ്ങി. ഉദാഹരണത്തിന് മുസ്ലിമിന്റെ വീട്ടിനാണോ ബോംബെറിഞ്ഞത്, എന്നാൽ മുസ്ലിങ്ങൾ സംഘടിച്ചിറങ്ങി. പിന്നെ കാണുന്ന ഹൈന്ദവനെ അല്ലെങ്കിൽ ക്രൈസ്തവനെ, അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന്റെ വീട്ടിനാണോ ബോംബെറിഞ്ഞത്, 4 ഹൈന്ദവർ സംഘടിച്ചിറങ്ങി പലരും. എന്നിട്ട് കാണുന്ന മുസ്ലിമിനെ റോട്ടിലിട്ട് തല്ലി, അതുപോലെ വീട്ടിൽ തീ കൊടുത്തു, കടകൾ കൊള്ളയടിച്ചു, പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു. ഇത് മുഴുവനും ഉത്തരവാദി ആരാണ്? ഈ തീവ്രവാദം ചെയ്ത ചെറുപ്പക്കാരനല്ലേ അതിന് മുഴുവനും ഉത്തരവാദി? ഈ മുസീബത്ത് മുഴുവൻ വലിച്ചിട്ടതവനല്ലേ? ഇങ്ങനെ നിരപരാധികളായ ആളുകൾ ആക്രമിക്കപ്പെടാൻ, സുബ്ഹാനല്ലാഹ്, ഞാനതിലേക്ക് കടക്കുന്നില്ല. തീവ്രവാദികൾ ചിലപ്പം പറയും ബദർ യുദ്ധം നടന്നിട്ടില്ലേ, ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ ആരും കാണാതെ രാത്രി പോയിട്ട് ബോംബ് എറിഞ്ഞിട്ട് ഓടിക്കളഞ്ഞ പരിപാടിക്കാണോ ബദർ യുദ്ധം എന്ന് പറയുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താണ് ബദർ യുദ്ധം? ഇസ്ലാമിന്റെ ഭരണാധികാരിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭരണത്തിന് കീഴിൽ മദീനയിലും പരിസരങ്ങളിലും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും സുരക്ഷിതരായി ജീവിക്കുന്നു. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ രാഷ്ട്രത്തിൽ ജീവിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി അള്ളാഹുവിന്റെ റസൂല് നടപ്പാക്കുന്നുണ്ട്. അങ്ങനെ മദീനയിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും സുരക്ഷിതരായി കഴിയുന്ന ഭരണം, വ്യവസ്ഥാപിതമായ ഭരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുമ്പോ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രമായ മദീനയെയും ആ രാഷ്ട്രത്തിലെ പൗരന്മാരെയും നശിപ്പിക്കാൻ വേണ്ടി അതാ പണക്കൊഴുപ്പുണ്ടാക്കാൻ ബിസിനസ് നടത്തുന്ന അബൂജഹലും കക്ഷികളും ബിസിനസ് നടത്തിയും അതുപോലെ ആയുധങ്ങൾ വാരിക്കൂട്ടിയും അതാ ഇസ്ലാമിക രാഷ്ട്രത്തെ നശിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ അവരെ ശക്തിയുക്തം നേരിട്ട യുദ്ധമല്ലേ ബദർ യുദ്ധം? എല്ലാ യുദ്ധങ്ങളും അങ്ങനെ തന്നെയല്ലേ? യുദ്ധം ഭീകരവാദമല്ല. ഇന്ത്യ രാജ്യം യുദ്ധം നടത്താൻ വേണ്ടി പട്ടാളത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അതാ കോടിക്കണക്കിന് ഉറുപ്പിക ആയുധങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. ആയുധം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ധാരാളം ചെലവഴിക്കുന്നുണ്ട്. ഇന്ത്യ മാത്രമല്ല, എല്ലാ രാഷ്ട്രങ്ങളിലുമുണ്ട്. അത് തീവ്രവാദമല്ല. രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, രാഷ്ട്രത്തിലെ പൗരന്മാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഗവൺമെന്റ് തലത്തിൽ നടക്കുന്ന യുദ്ധം, സർക്കാരിന്റെ യുദ്ധം, ആ യുദ്ധം ഒരിക്കലും തീവ്രവാദമല്ല. എന്നാൽ ബദർ യുദ്ധം സർക്കാരിന്റെ യുദ്ധമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയല്ലേ? ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കീഴിൽ ഭരണാധികാരിയായ നബി തങ്ങൾ അവിടുത്തെ പട്ടാളവുമായി നടത്തിയ ബദരീങ്ങളോടുകൂടെ നടത്തിയ യുദ്ധം അതെങ്ങനെ തീവ്രവാദമാകുന്നു മുസ്ലിമേ? അതുകൊണ്ട് ബദർ യുദ്ധവും ഉഹദ് യുദ്ധവും കാണിച്ചിട്ട് തീവ്രവാദത്തിലേക്ക് ആളെ ചേർക്കാൻ എന്താണ് ഖുർആൻ എന്ന് പഠിക്കാത്ത ഏതെങ്കിലും അരമല്ലമാര് വന്നാൽ, മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ തീവ്രവാദത്തിൽ കുടുങ്ങരുത് കേട്ടോ. സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ബാബു അൽ ഇമാമു ജുന്നത്തുൻ യുഖാതലു മിൻ വറാഇഹി. ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് യുദ്ധം. അങ്ങനെ ഒരു അധ്യായം തന്നെ ബുഖാരിയിലുണ്ട് കേട്ടോ. അപ്പൊ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞൊരു വ്യക്തി തീവ്രവാദിയാകൂല, ഭീകരവാദിയാകൂല, അവൻ ഒരിക്കലും തന്നെ അവിശ്വാസിയാകൂല, അവൻ തമ്മാടിയാകാൻ അവന് ധൈര്യം വരൂല. അവൻ ചിന്തിക്കുന്നു, അവന്റെ മുമ്പിലേക്ക് മദ്യം വരുന്നു, കള്ള് വരുന്നു. കള്ള് വരുമ്പോൾ അവൻ ചിന്തിക്കുന്നു, എനിക്കെന്റെ റബ്ബ് എന്തെല്ലാം വെള്ളം തന്നു, ഇളനീര് കുടിക്കാൻ തന്നു, എന്തൊരു അത്ഭുതകരമായ വെള്ളമാണത്. തെങ്ങിന്റെ മേലെയുള്ള ഇളനീര് വെള്ളം എത്ര അത്ഭുതകരമായ വെള്ളമാണ് ചെറുപ്പക്കാരെ. നിങ്ങളൊന്ന് നോക്കൂ, ആ ഇളനീർ അതാ വലുതായി വെള്ളം നിറയുന്നതിന് മുമ്പ് ചെറിയ മച്ചിങ്ങയാണ്. ഞങ്ങളുടെ നാട്ടിൽ വെളിച്ചില് എന്ന് പറയും, ചെറിയ കായ, അതിലൊരിറ്റ് വെള്ളം നമ്മൾ കാണുന്നില്ല. അതിങ്ങനെ തടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഉള്ളിലതാ വലിയ ഒരു ഗുഹ പോലെ വലിയ ഒരു സ്ഥലം അങ്ങനെ തന്നെ രൂപാന്തരപ്പെടുന്നു. അതിന്റെ ഉള്ളിലതാ മധുരമുള്ള വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചോദിക്കട്ടെ,
ആ മധുരമുള്ള വെള്ളം, ഔഷധവീര്യമുള്ള വെള്ളം, ക്ഷീണം മാറുന്ന വെള്ളം, അത് വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചങ്ങനെ അതാ ലിറ്റർ കണക്കിന് വെള്ളം ഈ ഇളനീരിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ വെള്ളം പിന്നെയും പലതും പലതുമായി രൂപാന്തരപ്പെടുന്നുണ്ട്. അവസാനം അത് ഉപ്പുരസം വരെ എത്തുന്നുണ്ട്. നിങ്ങളൊരു തേങ്ങ പറിച്ചിട്ട് ആ തേങ്ങ ഒരു കൊല്ലത്തിൽ ഏകദേശം ഒരു 5-6 മാസം സൂക്ഷിച്ചു നോക്കൂ. അത് പിന്നീട് എടുത്തു നോക്കിയാൽ ആ വെള്ളത്തിന് ഉപ്പുരസം തോന്നും. എന്തെല്ലാമാണ് റബ്ബിന്റെ നിയന്ത്രണങ്ങൾ, എങ്ങനെയെല്ലാമാണ് അവന്റെ സൃഷ്ടികൾ. ആ ഇളനീർ വെള്ളം അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാ ഫ്രൂട്ട്സിന്റെയും ജ്യൂസുകൾ കുടിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. പാലുകൾ ധാരാളം എനിക്ക് റബ്ബ് തന്നിട്ടുണ്ട്. തേനുകൾ ധാരാളം എനിക്ക് റബ്ബ് തന്നിട്ടുണ്ട്. എനിക്ക് വെള്ളങ്ങൾ ധാരാളം റബ്ബ് തന്നിട്ടുണ്ട്. കാപ്പിയും ചായയും ഒക്കെ വേറെ തന്നിട്ടുണ്ട്. അങ്ങനെ 1000കണക്കിന് വെള്ളങ്ങൾ തന്ന എന്റെ നാഥനായ റബ്ബ്, ആകാശത്ത് നിന്ന് വെള്ളമിറക്കുന്ന റബ്ബ്, കിണറ്റിൽ വെള്ളം തരുന്ന റബ്ബ്, അവിടെയെല്ലാം അവന്റെ സൃഷ്ടിപ്പ് ചിന്തിക്കുമ്പോൾ അത്ഭുതം തന്നെ. കുറ്റ്യാടി ടൗണിലൂടെ ഞാൻ ഇങ്ങനെ നടക്കുമ്പോ ഒരു സ്ഥലത്ത് വെള്ളം കിട്ടാൻ വേണ്ടി കിണർ കുഴിച്ച് താഴോട്ട് കുഴിക്കുന്നത് ഞാൻ കണ്ടു. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഞാൻ തൊട്ടിൽപ്പാലം റോഡിലൂടെ വയനാട്ടിലേക്ക് ചുരം കയറാൻ കയറി. അങ്ങനെ മലയുടെ മേലെ ചുരത്തിന്റെ മേലെ എത്തിയപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു, അല്ലാ, കുറ്റ്യാടിയിൽ തന്നെ വെള്ളം കിട്ടാൻ താഴോട്ട് കിണർ കുഴിക്കുന്നതാണ് കണ്ടത്. എന്നാൽ ഈ മലയുടെ മേലെയുള്ളവർ എത്രയായിരിക്കും താഴോട്ട് കുഴിക്കേണ്ടി വരിക? അതിങ്ങനെ ചിന്തിക്കുമ്പോഴല്ലേ കാണുന്നത് മലയുടെ മേലെ നിന്ന് ഓസ് പൈപ്പ് ഇട്ടിട്ട് വെള്ളം ഇങ്ങനെ മേലെ നിന്ന് ഒലിച്ചു വരുന്നതാണ് കാണുന്നത്. എന്നിട്ട് ആ വെള്ളം അതാ ജീപ്പ് കഴുകാനും കാറ് കഴുകാനും ഡ്രൈവർമാരും ക്ലീനർമാരും ഉപയോഗിക്കുന്നതാണ് ചുരം കയറുമ്പോ കാണുന്നത്. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ സൃഷ്ടിപ്പ് അത്ഭുതം തന്നെ. താഴ്ന്ന സ്ഥലത്ത് വെള്ളം കിട്ടാൻ താഴോട്ട് കുഴിക്കണം, മേലെയുള്ള സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോ മേലെ തന്നെ വെള്ളമാണ്. അത്ഭുതം തന്നെ. ലക്ഷദ്വീപിലേക്ക് ഞാനൊന്ന് ചെന്ന് നോക്കി. 4 ഭാഗവും ഉപ്പുള്ള കടലാണ്. 2-3 ചതുരശ്ര കിലോമീറ്റർ ഉള്ള നാട്. ആ നാട്ടിൽ 4 ഭാഗവും കടല്. ആ കടലിന്റെ 4 ഭാഗങ്ങളിലും ഈ കാണുന്ന ദ്വീപിന്റെ 4 ഭാഗങ്ങളിലും വലിയ കരിങ്കല്ലിന്റെ കെട്ടുകൾ അല്ലാഹു കെട്ടിയിരിക്കുന്നു. ആരും കെട്ടിയതല്ല. ഉൾക്കടലിൽ നിന്ന് തിരമാല അടിച്ചിങ്ങി വീശി വന്നിട്ട് ഈ ചെറിയ ദ്വീപിലുള്ള ജനങ്ങളെയും ദ്വീപും തിരമാല നക്കിത്തുടച്ചു പോകാതിരിക്കാൻ വേണ്ടി ഏകദേശം 1 കിലോമീറ്റർ അകലെ ആ ദ്വീപുകൾക്ക് മുഴുവനും അതാ വലിയ കല്ലുകൊണ്ട് അല്ലാഹു തആല സംരക്ഷണം അതിൽ കെട്ടിയത് കണ്ടപ്പോ ഞാനിങ്ങനെ കടപ്പുറത്തിരുന്ന് കരഞ്ഞുപോയി. റബ്ബിന്റെ ആ അത്ഭുതങ്ങളായ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞുപോയി. ഓ ചെറുപ്പക്കാരെ, ആ ലക്ഷദ്വീപിൽ ചെന്ന് നോക്കുമ്പോ കടലിന്റെ സമീപത്തവർ ചെറിയ കിണർ കുഴിക്കുന്നു. നല്ല ശുദ്ധമായ വെള്ളം അവിടെ ലഭിക്കുന്നു. റബ്ബിന്റെ കൊടുതി എത്രയാണ്! ഈ വെള്ളങ്ങളെല്ലാം എനിക്ക് തന്ന റബ്ബ് ഒരു വെള്ളമേ കുടിക്കരുതെന്ന് പറഞ്ഞുള്ളൂ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, ന്യൂ ഇയർ ആഘോഷിക്കാൻ നിന്നെ കള്ളു കുടിക്കാൻ ആരെങ്കിലും ക്ഷണിച്ചാൽ, മദ്യപിക്കാൻ വേണ്ടി നിന്നെ ആരെങ്കിലും വിളിച്ചാൽ, പെരുന്നാളിന്റെ ദിനത്തിൽ ആരെങ്കിലും നിന്നെ കള്ളു കുടിക്കാൻ വിളിച്ചാൽ, കല്യാണത്തിന്റെ തലേ ദിവസം നിന്നെ ലഹരിയിലേക്ക് വിളിച്ചാൽ, ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നീ ഓർക്കണം, അല്ലഹില്ലാഹു യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വ് ഇല്ലൽ മുത്തഖീൻ. സുഹൃത്തുക്കളെല്ലാം പടച്ചവന്റെ കോടതിയിൽ ശത്രുക്കളാണ്. സുഹൃത്തുക്കളെല്ലാം പടച്ചവന്റെ കോടതിയിൽ ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, അല്ലാഹുവിന് ഭക്തിയോടുകൂടെ ജീവിച്ചവരൊഴികെ, അല്ലാഹുവിനെ ഭയപ്പെടാതെ നിന്നെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന സുഹൃത്തുക്കൾ നിന്റെ ശത്രുക്കളാണ് കേട്ടോ. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാൻ നിനക്ക് പ്രചോദനം നൽകുന്ന സുഹൃത്തുക്കളുണ്ടോ? തങ്ങന്മാരെ രാഷ്ട്രീയം നോക്കി നിസാരപ്പെടുത്താൻ പറയുന്ന സുഹൃത്തുക്കളുണ്ടോ? സുന്നത്ത് ജമാഅത്തിലെ മുഅ്മിനീങ്ങളെ തമ്മിലടിപ്പിച്ച് ഗ്രൂപ്പും വഴക്കും ഉണ്ടാക്കിയിട്ട് പരസ്പരം
ചീത്ത പറയാൻ പ്രചോദനം നൽകുന്ന പണ്ഡിതന്മാരുണ്ടോ? അതുപോലെ തന്നെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നതിനു പകരം നിസ്കാരം കളാക്കി കളയുന്ന കളിക്കാരുണ്ടോ? അതുപോലെ തന്നെ ഹറാമിലേക്ക് നോക്കാൻ നിന്നെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന കൂട്ടുകാരുണ്ടോ? നിനക്കതാ ടെലിഫോൺ നമ്പർ കൈമാറുന്ന ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ഉണ്ടോ? നിന്റെ സുഹൃത്തുക്കൾ ഏതെല്ലാം രംഗത്തുണ്ട്? നിന്നെ കള്ളുകുടിക്കാൻ ക്ഷണിക്കുന്ന സുഹൃത്തുക്കളുണ്ടോ? ചീട്ട് കളിക്കാൻ വേണ്ടി അതാ ക്ഷണിക്കുന്നവരുണ്ടോ? നിന്നെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുത്തനാശയത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നിട്ട് ഖുർആനോദി നിന്നെ വഞ്ചിക്കുന്ന വഞ്ചകന്മാരുണ്ടോ? സുബ്ഹാനല്ലാഹ്. ആമാശയത്തിന് ക്യാൻസറായിട്ട് ഒരിറ്റ് വെള്ളം വയറ്റിലേക്ക് കുടിക്കാൻ കഴിയാത്ത രോഗികളില്ലേ അല്ലാ? എനിക്ക് നീ ആരോഗ്യം തന്നില്ലേ, വെള്ളം തന്നില്ലേ, ആവശ്യത്തിനുള്ളത് ശരീരം സ്വീകരിച്ചിട്ട് ബാക്കി മുഴുവനും പുറന്തള്ളാൻ എനിക്ക് നീ വിയർപ്പും മൂത്രവും തന്നില്ലേ, അതിനുള്ള സംവിധാനം വെച്ചില്ലേ? ആ റബ്ബ് ഒരുപാട് വെള്ളം എനിക്ക് അനുവദിച്ചു തന്നിട്ട് ആ റബ്ബ് ലഹരിയുള്ളത് കുടിക്കരുതെന്നോട് പറഞ്ഞെങ്കിൽ ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച എനിക്ക് ലഹരി കുടിക്കാൻ കഴിയുമോ? ഓ മുസ്ലിമേ, വെറുതെ അല്ല കേട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യമനിൽ നിന്ന് വന്നൊരു സഹാബി, നബിയെ ഞങ്ങളെ നാട്ടിലൊരു പാനീയം കുടിക്കൽ പതിവുണ്ടെന്ന് പറഞ്ഞു. എന്താണ് ആ പാനീയത്തിന്? ലഹരിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം. അത് ഖംർ എന്ന പേരിലല്ല, കള്ള് എന്ന പേരിലല്ല, പേരെന്താണെന്നതല്ല പ്രശ്നം, അതിന് ലഹരിയുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, ലഹരിയുള്ളതെല്ലാം ഹറാമ് തന്നെ, എല്ലാം കള്ളു തന്നെ. അവിടുന്ന് പറഞ്ഞില്ലേ, ആരെങ്കിലും ലഹരിയുള്ളത് കുടിച്ചാൽ ഹഖ്ഖുൻ അലല്ലാഹ്, അല്ലാഹു ഏറ്റെടുത്ത കടപ്പാടാണ്, അയസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ, അവനെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും കേട്ടോ. സഹാബത്ത് ചോദിച്ചു, അമാ തീനത്തുൽ ഖബാൽ, തീനത്തുൽ ഖബാൽ എന്താണ് നബിയെ? ഇതുവരെ കേൾക്കാത്തൊരു പേരാണത്, തീനത്തുൽ ഖബാൽ. അതെന്താണ് നബിയേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മറുപടി, അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ. അത് നരകക്കാരുടെ ചലമാണ്, നരകക്കാരുടെ നീരാണ്. ഓ ചെറുപ്പക്കാരെ, ലഹരി കുടിക്കാൻ ഒരാൾ വിളിക്കുമ്പോ ശരിക്കൊന്ന് ആലോചിക്കണം പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ആരാണ് നരകക്കാർ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലെറിഞ്ഞ നമ്രൂദ് നരകക്കാരനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആക്രമിക്കാൻ പിന്നാലെ വന്നിട്ട് വെള്ളത്തിൽ നിന്ന് വെള്ളം കുടിച്ച് ചത്ത ഫിർഔൻ നരകക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തലവെട്ടി കൊണ്ടുവന്നാൽ 100 ഒട്ടകം തരുമെന്ന് പറഞ്ഞിട്ട് ബദറിൽ വന്ന് അതാ തലവെട്ടപ്പെട്ടതിന് ശേഷം ആ ബദറിലെ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട അബൂജഹൽ നരകക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശമെന്ന് വിളിച്ചു പറഞ്ഞ അബൂലഹബ് നരകക്കാരനാണ്. അത്തരത്തിലുള്ള നരകക്കാർ, ആ നരകക്കാര് നരകത്തിൽ കിടക്കുമ്പോ അറിയില്ലേ ചെറുപ്പക്കാരാ, ഇവിടെയുള്ള തീയില്ലേ, ആ തീയിന്റെ 70 ഇരട്ടി ചൂടല്ലേ നരകത്തിലെ തീ. ഇവിടെയുള്ള തീ തന്നെ അതൊന്ന് പൊള്ളിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട ആ തീ കൊണ്ട് തിളച്ചു മറിയുന്ന വെള്ളമൊന്ന് നമ്മുടെ മുഖത്ത് മറിഞ്ഞു പോയാൽ, ശരീരത്തിൽ ഒഴിഞ്ഞു പോയാൽ, അതാ ശരീരം പഴുത്തില്ലേ, തോലൊരിഞ്ഞു വെളുത്തില്ലേ, അവിടെ പൊക്കിള പൊങ്ങിയില്ലേ, ആ പൊക്കിളിൽ നിന്ന് നീരൊലിച്ചില്ലേ, ചലമൊലിച്ചില്ലേ, എങ്കിൽ ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിന്റെ തീ, ആ തീയിൽ അബൂജഹൽ പോയി വീണു.
വീഴുമ്പോ, നുംറൂദ് പോയി വീഴുമ്പോ, ഖാറൂന് പോയി വീഴുമ്പോ, അമ്പിയാക്കളെയും ഔലിയാക്കളെയും നിസ്സാരപ്പെടുത്തിയ അമ്പിയാക്കൾ ഔലിയാക്കളെ ശത്രുക്കൾ പോയി വീഴുമ്പോ, അള്ളാഹുവിന്റെ ദീന് മാറ്റിമറിച്ച ആശയക്കാര് പോയി വീഴുമ്പോ, അള്ളാഹുവിന്റെ നരകത്തിൽ കടന്ന ജനങ്ങൾ അവരെ ശരീരത്തിൽ നിന്ന് പൊക്കിള പൊങ്ങിയിട്ട് ശരീരത്തിലൂടെ അതാ നീരൊലിക്കുമ്പോൾ, നമ്രൂദിന്റെയും ഖാറൂനിന്റെയും ഫിർഔനിന്റെയും അബൂജഹലിന്റെയും ശരീരത്തിൽ ചലമൊലിക്കുമ്പോൾ ആ ചലമാണ് തീനത്തുൽ ഖബാൽ. ചോദിക്കട്ടെ മുസ്ലിം ചെറുപ്പക്കാരെ, ഇവിടെ നിന്ന് അബൂജഹലിനെതിരെ, ഫിർഔനിനെതിരെ, നമ്രൂദിനെതിരെ അമ്പിയാക്കളെ സ്നേഹിച്ച് അമ്പിയാക്കളുടെ അനുയായികളായി ജീവിക്കുന്ന നമ്മൾ അങ്ങോട്ട് ചെന്നതിന് ശേഷം അബൂജഹലിന്റെ ചലം കുടിക്കേണ്ടി വന്നാൽ, നമ്രൂദിന്റെ ചലം നക്കേണ്ടി വന്നാൽ നമ്മളെപ്പോലെ ഗതികെട്ടവരാരാണ്? അതുകൊണ്ട് തന്നെ മുസ്ലിം ചെറുപ്പക്കാരാ, നിന്നെ ആര് ക്ഷണിച്ചാലും നീ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചവനല്ലേ? റബ്ബ് തന്ന ഹലാലായ വെള്ളങ്ങൾ പലതുമില്ലേ? ഹറാം കുടിക്കല്ല കേട്ടോ, നജസ് കുടിക്കല്ല കേട്ടോ. 1-ാം നമ്പർ നജസാണ് കള്ള്, 1-ാം നമ്പർ നജസാണ് ബ്രാൻഡി, 1-ാം നമ്പർ നജസാണ് വിസ്കി. നീ എന്ത് പേര് പറഞ്ഞാലും ലഹരിയുള്ള വെള്ളങ്ങളെല്ലാം നജസ് തന്നെ, ഹറാബ് തന്നെ. നരകത്തിൽ നിന്ന് നരകാവകാശികളുടെ ചലം കുടിക്കാൻ കാരണം തന്നെ. അള്ളാഹുവിനെ സ്നേഹിക്കുന്നൊരു മനുഷ്യൻ, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞൊരു മനുഷ്യൻ, അവനുണ്ടോ അന്യപെണ്ണിന്റെ ചിത്രം മൊബൈലിൽ പകർത്താൻ ധൈര്യം വരുന്നു? കാരണം എന്തേ? യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടം അവനറിയാം, അതേ ഹൃദയത്തിൽ മൂടിവെച്ചതവനറിയാം. എല്ലാം അറിയുന്ന രാജാവിനെ പ്രിയം വെച്ചവൾ അവനുണ്ടോ സഹോദരന്മാരെ? അതാ പള്ളിയിലെ ഉസ്താദ് കാണുകയാണെങ്കിൽ, ബാപ്പയും ഉമ്മയും അറിയുകയാണെങ്കിൽ ആ ചിത്രം മൊബൈലിൽ കാണിക്കുകയില്ലായിരുന്നു. ആ മനുഷ്യനുണ്ടോ റബ്ബിനെ സ്നേഹിച്ചാൽ? റബ്ബ് കാണാത്ത സ്വകാര്യമുണ്ടോ? റബ്ബ് കാണാത്ത നോട്ടമുണ്ടോ? റബ്ബ് കാണാത്ത പല നിമിഷത്തിൽ അവന് വല്ലാ തെറ്റ് ചെയ്തു പോയെങ്കിൽ റബ്ബിനോട് മാപ്പ് പറഞ്ഞ് കരഞ്ഞ് പൊറുപ്പിക്കും കേട്ടോ. ഓ ചെറുപ്പക്കാരെ, റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുവെങ്കിൽ ബാപ്പയെയും ഉമ്മയെയും തള്ളാൻ കഴിയില്ല, ബാപ്പയെയും ഉമ്മയെയും നിസ്സാരപ്പെടുത്താൻ കഴിയില്ല. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ അമൈൻ അനിസ്കുർ ലീ വലിവാലിദൈക്. എനിക്ക് നന്ദി ചെയ്യണേ, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണേ. അത് റബ്ബിന്റെ നിർദ്ദേശമല്ലേ? ആ റബ്ബിനെ പ്രിയം വെക്കുന്നവന് ബാപ്പനെ തള്ളാൻ കഴിയോ? ഉമ്മാനെ തള്ളാൻ കഴിയോ? ഉമ്മാനെ അനുസരിക്കാതിരിക്കാൻ കഴിയോ? ബാപ്പയെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഓ ചെറുപ്പക്കാരാ, ബാപ്പന്റെയും ഉമ്മന്റെയും പൊരുത്തമില്ലാതെ റബ്ബിന്റെ പൊരുത്തമില്ല കേട്ടോ. നന്നായി ചിന്തിച്ചോളണം. കണ്ടിട്ടില്ലേ നിങ്ങൾ? അള്ളാഹുവിന്റെ ഭവനമല്ലേ കഅബ? ആ കഅബയുടെ സമീപത്തേക്ക് ഹജ്ജിന് പോവുകയാണെങ്കിൽ പോലും ബാപ്പന്റെ സമ്മതം വേണം കേട്ടോ, ഉമ്മന്റെ സമ്മതം വാങ്ങണം കേട്ടോ. അവരധികാരം ചെറുതല്ല. അള്ളയുമായുള്ള സംഭാഷണമല്ലേ നിസ്കാരം? സുന്നത്തായ നിസ്കാരമാണോ? നടന്നുകൊണ്ടിരിക്കുമ്പോ ഉമ്മയൊന്ന് വിളിച്ചാൽ, ബാപ്പയൊന്ന് വിളിച്ചാൽ ഉത്തരം ചെയ്തില്ലെങ്കിൽ അവരെ മനസ്സിന് ക്ലേശമുണ്ടാകുമെന്ന് തോന്നിയാൽ നിസ്കാരം ബാത്തിലാക്കിയിട്ട് ഉമ്മാന്റെ വിളിക്കുത്തരം ചെയ്യണം കേട്ടോ, ഉപ്പാന്റെ വിളിക്കുത്തരം ചെയ്യണം കേട്ടോ. സുന്നത്ത് നിസ്കാരത്തിൽ അങ്ങനെയാണ്, ഫർദിന നിയമമില്ല. എങ്കിൽ ഓ സുഹൃത്തുക്കളെ, അള്ളയുമായുള്ള സംഭാഷണം തന്നെ മുറിച്ചിട്ട് ബാപ്പക്കും ഉമ്മക്കും ഉത്തരം ചെയ്യണമെന്ന് വന്നാൽ ബാപ്പയോടും
ഉമ്മയോടുമുള്ള കടപ്പാട് പറഞ്ഞു തീർക്കാൻ കഴിയോ? ഓ മുസ്ലിമീങ്ങളെ, ശരിക്ക് ചിന്തിക്കണം. ഓ സഹോദരിമാരെ, സ്വന്തം മക്കളോട് അക്രമം ചെയ്യരുതേ, സ്വന്തം മക്കളോട് അക്രമം ചെയ്യരുതേ. എന്താണ് അക്രമം? പറയാം. കേട്ടിട്ടില്ലേ നിങ്ങൾ? നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്ന് ബാപ്പ ചോദിച്ചൊരു ചോദ്യം പറഞ്ഞില്ലേ? എന്താ ചോദ്യം? ബാപ്പ പറയുന്നു, എനിക്ക് രണ്ട് കൂട്ടത്തിൽ മക്കളുണ്ട്, രണ്ട് ഭാര്യമാരിൽ മക്കളുണ്ട്. എന്റെ ഒരു ഭാര്യയിലെ മകനായ നുഅ്മാനിന് ഞാൻ സ്വത്ത് കൊടുത്തു. അപ്പൊ നുഅ്മാനിന്റെ ഉമ്മ, എന്റെ ഒരു ഭാര്യ, അവൾ പറയുന്നത് എന്റെ മകന് കൊടുത്തത് സ്വീകരിക്കൂല. കാരണം മറ്റൊരു ഭാര്യ കൂടിയുണ്ട് നിങ്ങൾക്ക്, ആ ഭാര്യയിലുള്ള മക്കൾക്ക് നിങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ. ഈമാനുള്ള പെണ്ണിനെ കണ്ടോ ഉമ്മമാരെ? സ്വന്തം മകനാണ് കൊടുത്തത്, അതിനെ ചോദ്യം ചെയ്യുകയാണ് ഭർത്താവിനോട്. അപ്പുറത്തെ ഭാര്യന്റെ മക്കൾക്കും കൊടുത്തേ പറ്റൂ. എന്റെ മകനത് സ്വീകരിക്കൂല. നിങ്ങൾ ബാപ്പയാണെങ്കിലും ബാപ്പ വിവേചനം കാണിച്ചത് ശരിയല്ല, അതുകൊണ്ട് ഞാനത് സ്വീകരിക്കാൻ സമ്മതിക്കണോ? റസൂലുള്ളാഹിന്റെ സമ്മതം വേണം. ബാപ്പ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, അല്ല ബശീറേ, നിങ്ങളെ മക്കളൊക്കെ നിങ്ങളോട് ഒരുപോലെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് ചിന്തയില്ലേ? ഉണ്ടല്ലോ. എങ്കിൽ ഒരു മകന് മാത്രം കൊടുത്തത് ശരിയല്ലല്ലോ, അത് തിരിച്ചു വാങ്ങിക്കോ. കൊടുത്തത് തിരിച്ചു വാങ്ങൽ ആർക്കും അനുവദനീയമല്ലെങ്കിലും ബാപ്പയും ഉമ്മയും കൊടുത്തത് തിരിച്ചു വാങ്ങൽ അവർക്ക് അനുവദനീയമാണ് കേട്ടോ. തിരിച്ചു വാങ്ങാൻ നിർദ്ദേശം നൽകി. ഒരിക്കലും മക്കളോട് വിവേചനം കാണിച്ച് ചേട്ടനെയും അനുജനെയും തമ്മിൽ അടുപ്പിക്കരുതേ ഉമ്മമാരെ. പെങ്ങളെയും ആങ്ങളെയും തമ്മിൽ അടുപ്പിക്കരുതേ ബാപ്പമാരെ. കാരണം ഒരു കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്താൽ മറ്റുള്ള കുട്ടികൾ അവന്റെ ശത്രുക്കളായി. നിങ്ങൾ മരിച്ചാലും മക്കൾ തമ്മിൽ തല്ലാനത് കാരണമാണ് കേട്ടോ. ബാപ്പയോടും ഉമ്മയോടുമുള്ള സ്നേഹം കുറയാൻ അത് കാരണമാണ് കേട്ടോ. ഇതിന്റെ പുറമെ സ്വന്തം പെൺകുട്ടികളോട് നല്ല നിലയ്ക്ക് പെരുമാറുന്ന ചില ഉമ്മമാര് സ്വന്തം മകന്റെ ഭാര്യമാരോട് കടുത്ത സ്വഭാവത്തിൽ പെരുമാറുന്നവരുണ്ട്. അങ്ങനെ ചെയ്യല്ലേ ഉമ്മമാരെ. അല്ലാഹു മുഴുവനും അറിയുന്നുണ്ട്. നിങ്ങളെ വീട്ടിലേക്ക് മാനമായി കയറി വന്ന പെൺകുട്ടിയെ നിങ്ങൾ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വാക്ക് പറയരുത്. ആ പെൺകുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്. കുടുംബവുമായും ബാപ്പയുമായും ഉമ്മയുമായും വിട്ട മനോവേദനയിൽ നിങ്ങളെ വീട്ടിൽ വന്ന് വിഷമത്തോടെ കഴിയുന്ന ദുർബലയായ പെൺകുട്ടിയെ നിങ്ങളെ കടുത്ത വാക്ക് പറഞ്ഞ് നിങ്ങൾ വേദനിപ്പിച്ചാൽ പടച്ച റബ്ബിന്റെ അടുക്കൽ നിങ്ങൾ ഉത്തരവാദിയാണ് ഉമ്മമാരെ. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ആണ്, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ പെണ്ണ്, അവരെ ജീവിതം പരിപൂർണമായി നീതിയിലാണ്, സത്യത്തിലാണ്, എപ്പോഴും നന്മയിലാണ്, വിശാലമായ മനസ്സാണ്, അഹങ്കാരമില്ലാത്ത ചിന്തയാണ്, അസൂയയില്ലാത്ത ജീവിതമാണ്, എപ്പോഴും വിട്ടുവീഴ്ചയാണ്. അഥവാ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിക്ക് വീട്ടുജോലി അറിയില്ലെങ്കിലും മോളെ ഭയപ്പെടണ്ട, നിന്റെ ഉമ്മയെപ്പോലൊരു ഉമ്മയാണ് ഞാൻ നിനക്കൊക്കെ കാണിച്ചു തരും, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും. നിന്റെ ഭർത്താവിനോട് നിന്റെ മോശമൊന്നും ഞാൻ പറയില്ല, നീ പേടിക്കേണ്ട, എന്റെ മകളെ പോലെയല്ലേ നീ എന്ന് പറയുന്ന നല്ല മനസ്സുള്ള ഉമ്മമാരുണ്ടോ? നിങ്ങൾക്ക് സ്വർഗം നേടാം ഉമ്മമാരെ. നേരെ മറിച്ച് ഫോൺ എടുത്താൽ മകനോട് മകന്റെ ഭാര്യന്റെ കുറ്റം പറയുന്ന ചില ഉമ്മമാരുണ്ട്. സുബ്ഹാനല്ലാഹ്, കത്തയക്കുമ്പോഴുള്ള എല്ലാ ഫിത്നയും എഴുതുന്ന ചില പെങ്ങന്മാരുണ്ട്. അത്തരത്തിലുള്ള ഫിത്നയും ഫസാദുമായി ഒരിക്കലും ജീവിക്കരുതേ. അല്ലാഹു അല്ലാഹ്, അവനല്ലേ കൊടുക്കുന്നവൻ, അവനല്ലേ തടയുന്നവൻ, അവനിലേക്കല്ലേ മനസ്സ് തിരിയേണ്ടത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയണം. ആ അല്ലാഹുവിലേക്ക് തിരിയാൻ വേണ്ടി ക്ഷണിക്കുന്നവൻ, അവരെക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാണ്? വഅമില സാലിഹാ. വെറും പ്രബോധനം പോരാ, പ്രസംഗം പോരാ,
സൽക്കർമ്മം പ്രവർത്തിക്കുന്നവനാവുകയും വേണം. SYSന്റെ പ്രവർത്തകരെ, SSFന്റെ പ്രവർത്തകരെ, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പ്രവർത്തകരെ, നമ്മൾ സ്വന്തത്തിൽ നന്നായ അമൽ ചെയ്യണം. കൃത്യമായി 5 വക്ത് ഓരോ മുഅ്മിനീങ്ങളും നിസ്കരിക്കണം. സുബ്ഹിന്റെ സമയത്ത് കിടന്നുറങ്ങുന്നവരാകരുത്. ഭംഗിയുള്ള പള്ളിയുണ്ട് നമുക്ക്. തൊട്ടടുത്ത വീട്ടിലെ ചെറുപ്പക്കാര് സുബ്ഹിന്റെ ജമാഅത്തിനെത്താറുണ്ടോ? ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം കലശമായ സമയത്ത് പോലും 2 ആളുകളെ ചുമലിൽ കയ്യുമിട്ടിട്ട് കാലി ഇഴച്ച് വെച്ച് പള്ളിയിലേക്ക് പോയി എന്നല്ലേ ബുഖാരിയിലുള്ളത്. കഴിയുമെങ്കിൽ ജമാഅത്തായല്ലേ പുരുഷന്മാര് നിസ്കരിക്കേണ്ടത്. സ്ത്രീകൾ അവരവരെ വീട്ടിൽ വെച്ചല്ലേ നിസ്കരിക്കേണ്ടത്. ബീവി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ മദീനത്തെ പള്ളിയിലും മക്കയിലെ പള്ളിയിൽ പോലും ജമാഅത്തിനും ജുമഅക്കും പോയിട്ടില്ലെന്നല്ലേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ അവരെ വീടാണ് ഖൈറെന്നല്ലേ പഠിപ്പിച്ചത്. അതുകൊണ്ട് സ്ത്രീകളെ, നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളും കൃത്യമായി നിസ്കരിക്കണം. പുരുഷന്മാര് പരമാവധി പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. ഒരു നേരത്തെ നിസ്കാരവും നമുക്ക് ഖളായി പോകരുത്. അല്ലാഹുവിന്റെ വെള്ളം കുടിച്ച് ജീവിക്കുന്ന നമ്മൾ അവനവനുമായുള്ള സംഭാഷണത്തിന് ക്ഷണിക്കുമ്പോ പോകാൻ മടിയുള്ള മടിയന്മാരാകരുത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങളെ വിളിച്ചാൽ, കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നാൽ, നിങ്ങളൊരു നേതാവ് വിളിച്ചാൽ എത്ര അഭിമാനത്തോടെ അല്ലെങ്കിൽ ഭയത്തോടെ നിങ്ങളവിടെ ഹാജരാകും? ചോദിക്കട്ടെ, സർവ ഉദ്യോഗസ്ഥന്മാരെയും രാജാക്കന്മാരെയും പടച്ച റബ്ബ്, ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും പടച്ച റബ്ബ്, സസ്യങ്ങളും മത്സ്യങ്ങളും പടച്ച റബ്ബ്, ഈ പാവപ്പെട്ട നമ്മെ എല്ലാവരെയും പടച്ച റബ്ബ്, നമുക്ക് വേണ്ടതെല്ലാം തന്ന റബ്ബ്, അവന്റെ വീട്ടിൽ നിന്ന് ഹയ്യാല സ്വലാഹ് അവനുമായുള്ള സംഭാഷണത്തിന് ചെല്ലാൻ വേണ്ടി വിളിക്കുമ്പോ ആ സമയത്ത് മടി കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മെപ്പോലെ നന്ദി കെട്ടവരുണ്ടോ? 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. കഴിവുള്ളവർ കൃത്യമായി സക്കാത്ത് കൊടുക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം. ഖബർ വിശാലതയുള്ള ചില ജനങ്ങളുണ്ട്, അല്ലാഹ് കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഖബർ വല്ലാതെ ഇടുങ്ങിപ്പോകുന്ന ജനങ്ങളുണ്ട്, അല്ലാഹ് കാക്കട്ടെ. തൊട്ടടുത്തുള്ള വീട്ടുകാരന്റെ വീട്ടിലേക്ക് ഒരു ലോറിയോ അല്ലെങ്കിൽ കാറോ കൊണ്ടുപോകാൻ നമ്മുടെ വീട്ടിന്റെ മണ്ണിന്റെ മതിലൊരൽപ്പം ചെത്തിക്കൊടുക്കാൻ പറഞ്ഞാൽ എന്തായാലും ഞാനത് ചെയ്യൂലാന്ന് വാശി പിടിക്കുന്ന അയൽവാസികളില്ലേ? നിന്റെ ഖബറല്ലേ മനുഷ്യ ഇടുങ്ങിപ്പോകാൻ ഏറ്റവും സാധ്യതയുള്ളത്. ഒരു വഴിയൊന്ന് വിശാലമാക്കാൻ, ഒരു റോഡ് വെട്ടാൻ, ഒരൽപ്പം സ്ഥലമൊന്ന് വിട്ടുകൊടുക്കാൻ പറയുമ്പോ ഒരൽപ്പവും വിട്ടുവീഴ്ചയില്ലാതെ ആര് വാഹനത്തിൽ പോയില്ലെങ്കിലും തരക്കേടില്ല, എന്റെ വീട്ടിൽ വാഹനം കയറുന്നുണ്ടല്ലോ, ഞാൻ എന്തായാലും 1 ഇഞ്ച് ഭൂമി വിട്ടുകൊടുക്കൂലാന്ന് പറയുന്ന കുടുങ്ങിയ മനസ്സുള്ള മനുഷ്യ, നിന്റെ ഖബറിന്റെ ഇടുക്കം എത്രയായിരിക്കുമെന്നല്ലേ ചിന്തിക്കേണ്ടത്. ഇടുങ്ങിയ ഖബറിന് പകരം വിശാലമായ ഖബർ സമ്പാദിക്കാൻ ജനങ്ങളോട് വിശാലമായ മനസ്ഥിതി കാണിച്ചോ? അതെ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചോ? അയൽവാസികൾക്ക് നന്മ ചെയ്യണം, കുടുംബത്തിന് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം ചെയ്യണം. നാട്ടിലുള്ള പ്രധാനപ്പെട്ട നാട്ടിന്റെ കാര്യങ്ങൾ നടത്തുന്ന കാരണവന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, പണ്ഡിതന്മാരെ ആദരിക്കണം. പണ്ഡിതന്മാർക്കിടയിൽ ചില്ലറ അഭിപ്രായ ഭിന്നതകൾ മസലപരമായോ സംഘടനാപരമായോ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പേരിൽ ആലിമീങ്ങളെ ചീത്ത പറയരുതേ. മുസ്ലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്, തെറി പറയരുത്, തങ്ങന്മാരെ നിസാരപ്പെടുത്തരുത്. അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്കൊരു പോയി നിൽക്കേണ്ടതുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണം. അവനാണ് മോക്ഷം ലഭിച്ച ഭൂമിൽ, അവനാണ് വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനിതാ പടച്ച റബ്ബിന് പൂർണ്ണമായി കീഴ്പ്പെട്ട ജനങ്ങളിൽ ഒരു മെമ്പറാണെന്ന് വ്യക്തമായി പറയാൻ പറ്റുന്ന മനുഷ്യൻ. അല്ലാഹുവേ,
അത്തരത്തിലുള്ള ശരിയായ മുസ്ലിമീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ മോമിനീങ്ങളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മോമിനീങ്ങൾ മജ്‌ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കണം റഹ്മാനേ.